നമ്മുടെ മക്കൾ എന്നത് നമുക്ക് അള്ളാഹു തന്ന അമൂല്യമായ ഒരു അനുഗ്രഹമാണ്. മക്കളെ പരിപാലിക്കുന്നതിന് നാം ഉപയോഗിക്കാറുള്ള സുപരിചിതമായ ഒരു പദമാണ് പാരൻറ്റിങ് എന്നത്. ഒരുപക്ഷെ അതിൻ്റെ മലയാളത്തിലെ പൂർവപ്രയോഗത്തേക്കാൾ സജീവമായ പ്രയോഗം പാരൻറ്റിങ് എന്നതാണ്. പാരൻറ്റിങ്ങിനെ കുറിച്ച് എത്ര വിശദീകരിച്ചാലും പറയാവുന്ന ആശയങ്ങളെ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ മക്കൾക്ക് ആവശ്യമായ അവരുടെ ജീവിതാവശ്യങ്ങളിലെ എല്ലാ മേഖലയും, വിദ്യാഭ്യാസം, പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം എന്നിത്യാദി എല്ലാം അവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി നാം ചെയ്യുന്ന പ്രവർത്തനമാണ് പാരൻറ്റിങ്. ഇതിൽ അതിൻ്റെ ശരിയായ രൂപം എന്നത് നാം ഏത് തലത്തിലുള്ളവരാണെങ്കിലും സന്തോഷകരമായി ഈ ദൗത്യം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുകയും അതേസമയം തന്നെ ഈ പാരൻറ്റിങ് നടത്തുന്ന നമ്മളും അത് അനുഭവിക്കുന്ന നമ്മുടെ മക്കളും സന്തോഷവാന്മാരായി ഇരിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ശരിയായ രൂപം. എങ്കിൽ അതിൻ്റെ തെറ്റായ രൂപമാണ് പാരൻറ്റിങ് നടത്തുന്ന സമയത്ത് ലക്ഷ്യത്തിൽ നമ്മൾ പിഴച്ചു പോകുന്നത്. നമ്മുടെ മക്കളെ കഴിവുള്ളവരാക്കി വളർത്തുന്നതിൽ നാം പിഴച്ചാലും പാരൻറ്റിങ് തെറ്റാണ്. നമ്മുടെ മക്കളിൽ മൂല്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൽ നമുക്ക് പിഴച്ചാലും പാരൻറ്റിങ് തെറ്റാണ്. ഇനി ഈ ലക്ഷ്യം നേടിയെടുക്കുന്ന സമയത്ത് നമ്മളോ മക്കളോ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയും പാരൻറ്റിങ് തെറ്റാണ്. ഇന്നെനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കത്ത് രക്ഷിതാക്കളിൽ നിന്ന്, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരിൽ നിന്നൊരാൾ തന്നു. ആ കത്തിൻ്റെ രത്നചുരുക്കം എന്ന് പറയുന്നത്, SSLC ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളിൽ വ്യാപകമായി ഫോൺ ഉപയോഗവും വാഹന ഉപയോഗവും ഉണ്ട്. പല കുട്ടികൾക്കും പലയിടത്തും ഈ പ്രായത്തിലുള്ളവർക്ക് സ്വന്തമായി വാഹനങ്ങൾ നൽകുന്ന രക്ഷിതാക്കൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. സ്വന്തമായി ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. രക്ഷിതാവിൻ്റെ എഴുത്തിൻ്റെ രത്നചുരുക്കം ഇവിടെ, എൻ്റെ കുട്ടിക്ക് ഞാൻ മൊബൈൽ കൊടുക്കാതിരുന്നാൽ അത് വലിയൊരു പ്രതിസന്ധിയാണ്. എനിക്ക് മാത്രം ഫോണില്ല, വാഹനമില്ല, ഞാൻ എല്ലാവരുടെ മുമ്പിലും ഒരു ബുദ്ധിയില്ലാത്തവനാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. അതിൻ്റെ കാരണം എൻ്റെ പാരൻസാണ് എന്ന മട്ടിൽ പാരൻസിനോട് കലഹിക്കുകയും പാരൻസുമായി എന്നും വീട്ടിൽ പ്രയാസപരമായ ഒരു ബന്ധം നിലനിൽക്കുന്നു. ഇതിന് വല്ല പരിഹാരമുണ്ടോ എന്നാണ്, പരിഹാരമുണ്ടെങ്കിൽ ഈ സംസാരത്തിലൊന്ന് ഉൾപ്പെടുത്തണം എന്നതാണ് ആ പാരൻസിൻ്റെ ആ ഒരു രക്ഷിതാവിൻ്റെ നിർദ്ദേശം. ഈ നിർദ്ദേശം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഹാപ്പി സോണിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ മലപ്പുറത്ത് വെച്ച് ഒരിക്കൽ ഞാൻ രാവിലെ ഇരിക്കുന്ന സമയത്ത് ഒരു രക്ഷിതാവ്, അദ്ദേഹം എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. ഞാൻ ആ രക്ഷിതാവിൻ്റെ കൂടെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 19-20 എങ്ങാനും വയസ്സായ ഒരു ചെറുപ്പക്കാരൻ കൂടെയുണ്ട്. ഈ ചെറുപ്പക്കാരൻ്റെ വേഷവും ഹെയർ ഡ്രസ്സിങ്ങും എല്ലാം അതിനൂതനമാണ്, വളരെ കൗതുകം നിറഞ്ഞതാണ് എന്ന് തൽക്കാലം ഞാൻ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകും എന്നതാണ് എൻ്റെ വിശ്വാസം. ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് രക്ഷിതാവ് പറഞ്ഞു, 3-ലധികം തവണ ഇവൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്, ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ട്. 3-ാമത്തെ തവണ വളരെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. കാരണം കയററക്കാൻ പറ്റിയതുകൊണ്ട്, പെട്ടെന്ന് കണ്ടു കിട്ടിയതുകൊണ്ട്, കയററുത്തത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോകുമായിരുന്നു. ഞാൻ ഇവനോട് സംസാരിക്കാൻ തുടങ്ങി. റാപ്പോ സെറ്റിൽഡ് ആയതിന് ശേഷമുള്ള സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഇവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ലൈഫിലൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നിപ്പോൾ എൻ്റെ അടുത്തേക്ക് നിൻ്റെ പിതാവിൻ്റെ കൂടെ വരാനുണ്ടായ പശ്ചാത്തലം നിനക്കറിയോ? അറിയാം. നീ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നോ? അതെ, ശ്രമിച്ചിരുന്നു.
അപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ആത്മഹത്യക്ക് ശ്രമിച്ചത്? ഞാൻ ചോദിച്ചു സുഖം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു സുഖം തീരെ ഇല്ലായിരുന്നു. കാരണം അപ്പോഴാണ് അതിൻ്റേതായ യഥാർത്ഥ സുഖം അറിയുക. അപ്പോഴാണ് അപ്പം പറഞ്ഞ സുഖമൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ സുഖമില്ലാത്ത കഷ്ടപ്പാടിന് പോകുന്നത്? അപ്പം എന്നോട് പറഞ്ഞു എന്താണെന്നറിയില്ല, എന്തൊക്കെയോ ഒരു വല്ലായ്മ. ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ അവനുമായിട്ട് സംസാരിക്കാൻ തുനിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ്. 18-20 വയസ്സുകാരൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുകയോ, എന്താണ് ക്യാഷിൻ്റെ ഇത്രയും വലിയ ആവശ്യം? അപ്പം എന്നോട് പറഞ്ഞു അന്തസ്സ് വേണം. അന്തസ്സ് വേണമെങ്കിൽ ക്യാഷ് വേണം. ഞാൻ ചോദിച്ചു എന്താണ് അന്തസ്സ്? അപ്പോൾ എന്നോട് പറഞ്ഞു കുറേ കൂട്ടുകാർ വേണം, ഒരു നല്ല 2 വീലർ വേണം, കുറേ പൈസയും വേണം, അതാണ് അന്തസ്സ്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് കൂട്ടുകാർ? എന്നോട് പറഞ്ഞു നമുക്കൊരു പ്രശ്നമൊക്കെ ഉണ്ടായാൽ നമ്മൾ വിളിച്ചെടുത്ത് ഓടി വരാൻ പറ്റുന്ന ഒരു ടീം, അതാണ് കുറേ ആൾക്കാർ, അതാണ് അന്തസ്സ്. 1 അന്തസ്സ്. 2 2 വീലർ വേണം. ഈ പ്രായത്തിൽ 2 വീലർ ഉണ്ടായാലാണ് അന്തസ്സുണ്ടാവുക. 3ാമത്തതാണ് കുറേ ക്യാഷ്. ഞാൻ ചോദിച്ചു എന്തിനാണ് ക്യാഷ്? നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സാധനം വാങ്ങാൻ കഴിയണം, ഇതിനാണ് അന്തസ്സ് എന്ന് പറയുന്നത്. ഈ അന്തസ്സ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത അന്തസ്സ് ഉണ്ടാകാനുള്ള വഴിയാണ് ആത്മഹത്യ ചെയ്യുക എന്ന വലിയ ബുദ്ധി സാമർഥ്യമുള്ള വലിയൊരു ഐഡിയോളജി. ഈ ഐഡിയോളജിക്ക് തുനിഞ്ഞ ആ ചെറുപ്പക്കാരനെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ രക്ഷിതാവിൻ്റെ എഴുത്ത് വായിക്കുന്ന സമയത്ത്. സത്യത്തിൽ എവിടെയാണ് നമുക്ക് പിഴക്കുന്നത്? എവിടെയാണ് പരിഹാരം ചെയ്യേണ്ടത്? നാം പാരൻറ്റിങ് നടത്തുന്ന സമയത്ത് ഒരു പാരൻറ്റിൻ്റെ യഥാർത്ഥ റോൾ അത് ലവിങ് ആണ്, സ്നേഹിക്കലാണ്. ഇത് ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇവിടെ അധികം ദൂരെയൊന്നുമല്ല, ഒരുമനയൂർ വെച്ച് സംസാരിച്ചപ്പോൾ അവിടെ വെച്ച് ഒരു പാരൻ്റ് എനിക്ക് എഴുതി തന്നു, നിങ്ങൾ പറഞ്ഞ സ്നേഹത്തിന് ഈ സദസ്സിലുള്ള 90% രക്ഷിതാക്കൾക്ക് ഒരു കുറവുമില്ലാത്തവരാണ്. ഇവരൊക്കെ വളരെ ഫ്രണ്ട്ലി സംസാരിക്കുന്നവരും ഫ്രണ്ട്ലി ഒത്തുപോകുന്നവരും വളരെ ഒത്തുജീവിക്കുന്നവരുമാണ് മക്കളുമായിട്ട്, ഈ രക്ഷിതാക്കളൊക്കെ. എന്നിട്ടും നമ്മൾ മക്കളിൽ ഉണ്ടാകേണ്ട മൂല്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല, മക്കളിൽ ഉണ്ടാക്കാനുള്ള വിജയങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എവിടെയാണ് ശരിക്കും നമുക്ക് അടുത്ത മാറ്റങ്ങൾ വരേണ്ടത്? അതിൽ ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ള സ്നേഹം എന്നതിൻ്റെ അനുപേക്ഷണീയമായ മാറ്റി നിർത്താൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ ഒരു പാർട്ടാണ് ഫേംനെസ് എന്ന് പറയുന്നത്. അത് പലരും കേൾക്കുകയില്ല. അത് കേൾക്കണമെങ്കിൽ പലയാവർത്തിച്ച് അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അത് മനസ്സിലാകും. അത് മനസ്സിലാക്കാൻ ഞാനൊരു സംഭവം പറയലായിരിക്കും എളുപ്പം എന്നെനിക്ക് തോന്നുന്നു. ഈ അടുത്ത് ഒരു രക്ഷിതാവ് നമ്മുടെ ഒരു അക്കാദമി സിസ്റ്റം, അതിൻ്റെ ഭാഗമായി ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, വിദ്യാഭ്യാസ സ്ഥാപനം, അതിൻ്റെ ഭാഗമായി ഒരു കുട്ടിക്ക് പ്രവേശനം നൽകാൻ വേണ്ടി നമ്മുടെ പ്രൊസീജിയറിൻ്റെ ഭാഗമാണ് ആ കുട്ടിക്കും പാരൻറ്റിനും ആവശ്യമായ പാരൻറ്റിങ് നൽകൽ അനിവാര്യമാണെങ്കിൽ ഫസ്റ്റിൽ തന്നെ പാരൻറ്റിങ് നൽകും. ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയാം. ഒരു സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ നൽകുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ കുട്ടിക്ക് നിലവിൽ ഈ സ്ഥാപന പ്രക്രിയയിലേക്ക്, എഡ്യൂക്കേഷണൽ സംവിധാനത്തിലേക്ക് വരാൻ തടസ്സമുണ്ടോ, ഉണ്ടെങ്കിൽ അതാദ്യം പരിഹരിച്ചു കൊടുക്കുക. എന്നിട്ടാണ് ആ കുട്ടിക്ക് പ്രവേശനം നൽകുന്നത്. അപ്പോൾ ഈ കുട്ടി സ്ഥാപനത്തിലേക്ക് വരാൻ ഒരുക്കമല്ല. ഏതാണ് സ്ഥാപനം എന്നറിയോ? ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഉൾപ്പെടെ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഉൾപ്പെടെ നൽകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് സ്ഥാപനം. അതിലേക്ക് വരേണ്ട കുട്ടി SSLC എഴുതി കഴിയാൻ പ്രായമായ കുട്ടിയാണ്, പക്ഷേ SSLC എഴുതിയിട്ടില്ല. ഈ രക്ഷിതാവിന് ഈ കുട്ടിയെ സ്ഥാപനത്തിലേക്ക് പ്രവേശിപ്പിക്കണം. ഇതിന് കുട്ടി സന്നദ്ധമല്ല. കുട്ടിയുടെ പ്രകൃതി എന്താണ്? കുട്ടി വീട്ടിൽ കുത്തിയിരിപ്പാണ്. കുട്ടി പറയുന്നത് ഞാൻ എങ്ങോട്ടും പോകില്ല, ഞാൻ വീട്ടിലിരിക്കും.
അങ്ങനെ പാരൻറ്റിങ്ങിന് കൊടുത്തു, സെഷൻ കൊടുത്തു, 2-3 സെഷൻ കൊടുത്തു. ആ സെഷനിടയിൽ ഈ കുട്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരാൻ തയ്യാറായതിന് ശേഷം അടുത്ത ദിവസം നോക്കുമ്പോൾ ഈ കുട്ടി വീണ്ടും സ്ഥാപനത്തിൽ വരാൻ ഒരുക്കമല്ലാതായിരിക്കുന്നു. അപ്പം അന്വേഷിച്ചു എന്താണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഈ രക്ഷിതാവ് എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? ഈ കുട്ടിക്ക് ഫോണ് കൊടുത്തിട്ടുണ്ട് സ്വന്തമായി. ഈ ഫോണ് കൊടുത്തതോടുകൂടെ അവിടെ എന്താ സംഭവിച്ചത്? കുട്ടി മാറി. ഇവിടെ രക്ഷിതാവിൻ്റെ ചോദ്യം, ആ കുട്ടിയുടെ ആവശ്യമാണല്ലോ, അവന് കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെ ഭാഗമല്ലേ, അവൻ്റെ ഒരു ആവശ്യമാണ് ഇപ്പോൾ ഫോണ്, അത് നമ്മൾ കൊടുക്കണ്ടേ എന്നാണ്. ഈ കുട്ടി സ്നേഹത്തോടുകൂടെ അല്ലെങ്കിൽ കൊഞ്ചിക്കൊണ്ട് അല്ലെങ്കിൽ വിനയത്തോടുകൂടെ ഫോൺ ആവശ്യപ്പെട്ടാൽ പിന്നെ അത് കൊടുക്കണ്ടേ? ഇതാണ് രക്ഷിതാവിൻ്റെ മനോഭാവം. ഇവിടെ രക്ഷിതാവ് സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ രക്ഷിതാവിൻ്റെ പക്ഷത്തു നിന്നുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ഭാഷയാണ്, സ്നേഹത്തിൻ്റെ രൂപമാണ് ഫേംനെസ്, നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്. സത്യത്തിൽ പുതിയ കാലത്ത് ജീവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഘട്ടങ്ങളിലൂടെയാണ് ഒരു രക്ഷിതാവ് പാരൻറ്റിങ് നൽകുന്നതെങ്കിൽ കുട്ടിക്ക് ആവശ്യമില്ലാത്തൊരു വസ്തുവാണ് ഫോൺ അല്ലെങ്കിൽ മറ്റു ഡിവൈസുകൾ. അതത്ര വലിയ ആവശ്യമൊന്നുമല്ല. ഇത് നാം നടപ്പിലാക്കുന്ന ഘട്ടങ്ങളാണ് പ്രധാനം. നടപ്പിലാക്കേണ്ട ഘട്ടങ്ങളാണ് വളരെ പ്രധാനം. പലപ്പോഴും ഫോൺ ആവശ്യമാണ്, ഫോണിന് അഡിക്റ്റഡ് ആണ് എന്ന് പറയുന്ന പല വിദ്യാർത്ഥികൾക്കും പാരൻറ്റിങ് കൃത്യമായി ഘട്ടമായി ലഭിക്കുന്ന സമയത്ത് കുറഞ്ഞ കാലം കൊണ്ട് അവർക്ക് ഫോൺ ആവശ്യമല്ലാതായി മാറാറുണ്ട്. എനിക്ക് ഈ രക്ഷിതാവിനോട് ഉൾപ്പെടെ പറയാനുള്ളത്, നാം കുട്ടികളെ സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹം നൽകുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഒരിക്കലും വിട്ടുവീഴ്ചക്ക്, കോംപ്രമൈസിങ്ങിന് വിധേയമല്ലാത്ത വിധമുള്ള നിലപാടുകൾ കൂടി നമുക്കുണ്ടാകണം. തെറ്റായ ഒരു പ്രവണതയുടെ പിന്നിലേക്ക് കുട്ടി വരുമ്പോൾ, തെറ്റായ ഒരു പ്രവണതയിലേക്ക് ഒരു കുട്ടി വഴുതി വീഴുമ്പോൾ കുട്ടിയോട് നോ എന്ന് പറയാൻ രക്ഷിതാവിന് കഴിയണം. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഒരിക്കൽ ഒരു രക്ഷിതാവ് എൻ്റെ അടുത്തൊരു കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇവൻ ചെറിയ ഒരു ചെറുവിരൽ പോലുള്ള മെലിഞ്ഞൊട്ടിയൊരു കുട്ടിയാണ്. 8ഓ 9ഓ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതായത് ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണ് അവിടെ പോകുന്നത്. ഇദ്ദേഹം ഒരു മണിക്കൂർ സ്ലോട്ട് അത് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് അതിനുള്ള സിറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്, അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ രക്ഷിതാവ് കുട്ടിയെ കൊണ്ടുവന്നത് മെലിഞ്ഞൊട്ടിയൊരു കുട്ടി, 8-9 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഇവനെക്കുറിച്ച് പരാതി പറയാനാണ് തുടങ്ങിയത് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ കുട്ടിയെ മാറ്റിയിരുത്താൻ പറഞ്ഞു. കുട്ടിയെ മാറ്റിയിരുത്തി. ഈ രക്ഷിതാവ് പറയാൻ തുടങ്ങി, എൻ്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 1 വർഷം പോലും ഞങ്ങൾ താമസിച്ചിട്ട് ആയിട്ടില്ലാത്ത വീട്, പുതിയ വീട്, ആ വീടിൻ്റെ വാതിൽ, ആ പ്രദേശത്ത് കൈക്കോട്ട് എന്നാണ് പറയുക. കൈക്കോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഈ ഭാഗത്ത് നമ്മളെ മണ്ണ് കൊത്താൻ ഉപയോഗിക്കുന്ന സാധനം. ഈ ഇതെടുത്തിട്ട് കൊത്തി തകർത്തു പുതിയ വാതിൽ. ഏകദേശം ജനലുകളെല്ലാം ഈ കുട്ടി അടിച്ചു തകർത്തു. പോരാഞ്ഞിട്ട് പൊളിയുന്ന പാത്രങ്ങളെല്ലാം എറിഞ്ഞുടച്ചു. പൊളിയാത്ത പാത്രങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ മുകളിൽ വെച്ചിട്ട് തീയിട്ടിട്ട് കത്തിച്ചു. ഇങ്ങനെ അലമാരകൾ തകർത്തു. ആ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും ഈ ചെറിയ പിക്കിരി കുഞ്ഞ്, ഈ 9-9 ക്ലാസ്സിൽ പഠിക്കുന്ന 10ഓ 13ഓ 14ഓ വയസ്സായിട്ടുള്ള കുഞ്ഞെല്ലാം തകർത്തിരിക്കുന്നു. ഇവൻ്റെ അടുത്ത ഭീഷണി, കൊച്ചനുജനുണ്ടൊരുത്തൻ, അവനെ ഞാൻ വധിക്കുമെന്നാണ്, കൊലപ്പെടുത്തുമെന്നാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്താണ് ഈ പ്രകോപനങ്ങളുടെയൊക്കെ ഏതോ വികാരം, അതിൻ്റെ സ്രോതസ്, അതിൻ്റെ സോഴ്സ് അതെന്താണ്? ഈ രക്ഷിതാവ് പറഞ്ഞു, ഫോൺ ഉപയോഗിക്കാൻ ഇല്ലെങ്കിലാണ് ഇവൻ പ്രകോപിതനാകുന്നത്. ഞാൻ കേട്ടതിന് ശേഷം ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, കുട്ടിക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല. ഇന്നു മുതൽ നിങ്ങൾ കുട്ടിക്ക് ഫോൺ കൊടുക്കരുത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം.
കുട്ടിയെ വിളിച്ചു, രക്ഷിതാവിൻ്റെ കൂടെ ഇരുത്തി. അതിനു മുമ്പ് ഞാൻ കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ ഉപയോഗത്തിൻ്റെ ഗുണം എന്താണ്, ഫോൺ മാറ്റിവെച്ച് മറ്റ് ആക്ടിവിറ്റികളിലൂടെ പോയാലുള്ള ഗുണം എന്താണ്, ഈ ഗുണങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ചോദിച്ചു, നീ ഇതിന് വില്ലിങ് ആണോ? ഓക്കെ, ഞാൻ വില്ലിങ് ആണ്. നിനക്ക് വല്ലപ്പോഴും ഫോൺ ഉപയോഗിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സപ്പോർട്ട് വേണം, ജസ്റ്റ് ഒരു സപ്പോർട്ട് വേണം. ഇതൊക്കെ തീരുമാനിച്ചു. ഞാൻ ആ രക്ഷിതാവിനെ ഇവരെ രണ്ടാളെ ഇരുത്തി, നിങ്ങൾ ഓക്കെ ആണോ, ഇതുപോലെ ഇവൻ ചെയ്യാൻ റെഡിയാണ്, നിങ്ങളും റെഡിയാണോ? ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ രക്ഷിതാവിൻ്റെ വിളി അവിടെ ഉള്ള സെൻറ്ററിലെ ഇൻചാർജുള്ള ആളെടുത്ത് വരുന്നു. അയാൾ പറഞ്ഞു, ആ രക്ഷിതാവ് വിളിച്ചിരുന്നു, ആ കുട്ടി വീണ്ടും വയലൻ്റ് ആയിട്ടുണ്ട്, വലിയ പ്രശ്നമാണ്, കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? നമ്മൾ തമ്മിൽ തീരുമാനിച്ചത് എന്താണ്? തീരുമാനിച്ചതൊക്കെ ഞാൻ പറഞ്ഞു. അതായത് എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഈ രക്ഷിതാവ് ജസ്റ്റ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന മെൻറ്ററെ ഒന്ന് വിളിക്കണം, വിളിച്ചിട്ട് സംസാരിക്കണം. അപ്പോൾ സംസാരിച്ചിരുന്നോ? ഇല്ല. ഫോണ് കൊടുത്തിരുന്നോ? ഇല്ല. പിന്നെ എവിടെ നിന്നാണ് പ്രശ്നം ഉണ്ടായത്? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പ്രശ്നമൊക്കെ തീർന്നില്ലേ, ഇനി ഫോൺ കൊടുത്താൽ എന്താ എന്ന നിലയിൽ രക്ഷിതാവ് ഫോണ് കൊടുക്കുകയാണ് കുട്ടിക്ക്. ഫോണ് കൊടുത്തതിന് ശേഷം പിന്നെന്തോ ഒരു സംഗതി പറയാൻ വേണ്ടി രക്ഷിതാവ് ചെന്നപ്പോൾ ഇവൻ ചെവി കേൾക്കുന്നില്ല. കാരണം ഇവൻ അതിൽ മുഴുകി നിൽക്കുകയാണ്. ഈ മുഴുകി നിൽക്കുന്ന ഇവൻ്റെ അശ്രദ്ധയെ തുടർന്ന് ഈ രക്ഷിതാവ് ബഹളം വെച്ചു. ബഹളം വെച്ചപ്പോൾ കുട്ടി പഴയ കുട്ടിയായി മാറി. ആർക്കാണ് ചികിത്സ ആവശ്യം? ആരാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്? പലയിടത്തും രക്ഷിതാക്കളുടെ നിലപാടില്ലായ്മയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങി സംസാരിക്കുന്നതിൻ്റെ മുമ്പ് നല്ല ഉച്ചച്ചൂട് തുടങ്ങിയ ഒരു സമയമായതുകൊണ്ടാണ് ഞാൻ അനുഭവങ്ങളുടെ പിൻബലത്തോടെ തുടങ്ങിയത്. ഏതാനും ചില കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് അതിൻ്റെ അടുക്കിലും ചിട്ടയിലും പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കണമെന്ന് ആമുഖത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിക്കാം. ഒരു പാരൻറ്റിന് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ യോഗ്യത വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന അക്ഷരമാലകളല്ല. ഒരാൾ MA കാരനാണ്, MSc കാരനാണ്, തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതകളല്ല ഒരു രക്ഷിതാവിൻ്റെ യഥാർത്ഥ യോഗ്യത. രക്ഷിതാവിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ആ രക്ഷിതാവിൻ്റെ മാനസികാവസ്ഥയാണ്, മൈൻഡ് സെറ്റാണ്. അതിന് തെളിവാണ് ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹു ലോകോത്തര പണ്ഡിതനാണ്. ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷം, അതായത് ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതകാലം കഴിഞ്ഞു, ഭൗതിക ലോകത്തെ ജീവിതകാലം കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും ആ ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ വിദ്യാഭ്യാസ വിപ്ലവം ഇന്നും നമ്മളെ സിന്ദാബാദ് വിളിപ്പിക്കും വിധം ലോകത്തുടനീളം ആ വൈജ്ഞാനിക വിപ്ലവം എത്തി നിൽക്കുന്നു. അങ്ങനെയുള്ള ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പരാമർശിക്കുന്ന സമയത്ത് ഷാഫഈ ഇമാമിൻ്റെ അനുസ്മരണം റബ്ബത്നി ഉമ്മി, എൻ്റെ ഉമ്മയുടെ പാരൻറ്റിംഗ് ആണ് എന്നാണ് ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഖ്യാപനം. ഇന്ത്യ ലോകരാജ്യങ്ങളെ ലോകത്തെ ഉടനീളം വിലയിരുത്തുന്ന സമയത്ത് ലോകത്തെ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വലുപ്പം കൊണ്ടും ആൾ വിഭവം കൊണ്ടും ശ്രദ്ധേയമായ പ്രഥമ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ രാജ്യം. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പരമോന്നത പ്രഥമ പുരുഷനാണ്, പ്രഥമ പൗരനാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ പ്രസിഡന്റുമാരിലെത്തിയ മലയാളികളിൽ പ്രധാനിയാണ് KR നാരായണൻ. ഈ KR നാരായണൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ പല പ്രമുഖരെ എടുത്ത് പരിശോധിച്ചാലും അവരുടെ ചെറിയ നാളിൽ അവരെ വളർത്തിയ മാതാപിതാക്കളുടെ പാരൻറ്റിങ്ങിന് വലിയ റോൾ കാണാം. പക്ഷെ അവരാരും ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൽ വലിയ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരല്ല. ഇതൊരു പരമസത്യമാണ്. ഇതുകൊണ്ട് തന്നെ പാരൻറ്റിങ്ങിനുണ്ടാകേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് ഒരു പാരൻറ്റിൻ്റെ, ഒരു രക്ഷിതാവിൻ്റെ മാനസിക സന്നദ്ധതയാണ്. ഇതേക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വിവാഹ ജീവിതം, ഒരു രക്ഷിതാവ് എന്ന നിലക്ക് നിങ്ങളുടെ വിവാഹ ജീവിതം നിങ്ങൾക്ക് സ്വീകാര്യമായൊരു വിവാഹ ജീവിതമാണോ എന്ന്
ഞാൻ നിങ്ങളോട് ചോദിക്കരുത്, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. ഇന്നലെ ഒരു ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ, 2 ഫാമിലി നമ്മുടെ മുമ്പിൽ വന്നു. രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്നത്. ആ ദാമ്പത്യ ജീവിതത്തിൽ ആകെ തകർന്ന് പിരിയാനിരിക്കുന്നു, മുമ്പിൽ വഴികൾ അടഞ്ഞിരിക്കുന്നു എന്ന് 2 കക്ഷികളും ഒരേപോലെ പറയുന്നു. ഒരു കക്ഷി പറയുന്നത് ലിബറലിസമാണ് ഇതിൻ്റെ പ്രശ്നം, അതുകൊണ്ട് അതിന് പരിഹാരമുണ്ടോ എന്ന് നോക്കണമെന്നൊക്കെയാണ്. ഞാൻ ഈ പെൺകുട്ടിയോട് സംസാരിച്ചു. കുറച്ച് സമയം സംസാരിച്ച സമയത്ത് ആ പെൺകുട്ടി, അതുവരെ ശാന്തയായിരുന്ന പെൺകുട്ടി, വിഭ്രാന്തി കാണിക്കാൻ തുടങ്ങി. കൈയും കാലും ഒക്കെ വിറക്കാൻ തുടങ്ങി, മുഖം വിറക്കാൻ തുടങ്ങി. ആ കുട്ടി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കുകയാണ്. ഇങ്ങനെ പ്രകോപിതയാകാൻ തുടങ്ങി. ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ശാന്തയായി വളരെയേറെ സൗമ്യമായ പെരുമാറ്റത്തിലേക്ക് വന്നു. എന്തായിരുന്നു, കുട്ടിയോട് ചോദിച്ചു, എന്തായിരുന്നു മോളുടെ പ്രശ്നം? ഇന്ന് പുതിയ കാലത്തെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരിൽ വലിയൊരു ശതമാനം, ആ കുട്ടിയുടെ പ്രഥമമായ പരിഭ്രാന്തിയുടെ ഉറവിടം എന്താണെന്നറിയോ? ആരും വിവാഹ ജീവിതം, എനിക്കെന്തിനാണ് വിവാഹ ജീവിതം? വിവാഹ ജീവിതത്തിൽ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയും ഒരു ദാമ്പത്യവും ശരിയായ വണ്ണം ജീവിക്കുന്നില്ല. സന്തോഷമറിഞ്ഞ് ജീവിക്കുന്നവരാരുമില്ല. എന്നിട്ട് പ്രഥമോദാഹരണമായി അവരവരുടെ മാതാവിനെയും പിതാവിനെയും എടുത്തു മുന്നിൽ വെച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇവരുൾപ്പെടെ ഞാൻ കാണുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്ത ഫാമിലി ലൈഫ് അതൊന്നും സ്വീകാര്യമല്ല, ആസ്വാദ്യകരമല്ല. പിന്നെ എന്തിനാണ് ഈ മാരേജ് ലൈഫ്? എന്തിനാണ് ഈ ദാമ്പത്യ ജീവിതം? ഇതാണ് പാരന്റിങ് പിഴക്കുന്നതിലെ ഏറ്റവും പ്രഥമമായ കാരണം. സത്യത്തിൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായി സന്തോഷിക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനുമുള്ളതാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ വെച്ച് ഇതുപോലുള്ള ഒരു സ്കൂൾ പ്രോഗ്രാമിൽ പാരന്റിങ് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ചോദ്യവും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെയും സദസ്സിലെ ബഹുഭൂരിപക്ഷം സഹോദരിമാരായിരുന്നു. അവർ മൈക്ക് ഓൺ ചെയ്തിട്ട് ഒരു രക്ഷിതാവ് ചോദിച്ചു, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനൊരു MSc സൈക്കോളജി കംപ്ലീറ്റ് ചെയ്ത ഒരു കാൻഡിഡേറ്റാണ്, ഒരു വ്യക്തിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പറഞ്ഞതുപോലെ ദാമ്പത്യ ജീവിതം ഒരു ഉമ്മ എന്ന നിലക്ക്, ഒരു അമ്മ എന്ന നിലക്കുള്ള ജീവിതം, ഇത് ആസ്വാദ്യകരമാണ് എന്ന് പറഞ്ഞത് സത്യമാണോ? കാരണം എനിക്കങ്ങനെ ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കങ്ങനെ പറ്റിയിട്ടില്ല എന്നായിരുന്നു ആ രക്ഷിതാവിൻ്റെ ചോദ്യം. ഇവിടെ എവിടെയാണ് പിഴക്കുന്നത്? ഒന്നാമതായി നമുക്ക് ദാമ്പത്യ ജീവിതത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ കഴിയുമെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് പ്രശ്നങ്ങളുടെ അധ്യായങ്ങൾ ഒന്നൊന്നായി അവസാനിക്കും. ഹൗസ് വൈഫ് എന്താണ് എന്നതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യം വേണം. ഹോം ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു ലേഡി, ഒരു വുമൺ ലീഡ് ചെയ്യുന്ന ഏറ്റവും ഈ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും മഹത്വം നിറഞ്ഞ, ഏറ്റവും ക്രിയേറ്റിവിറ്റിയുള്ള, ഏറ്റവും ക്രിയാത്മകതയുള്ള ഒരു ദൗത്യമാണ് ഹോം ഗവേണൻസ്, ഗൃഹഭരണം, ഹൗസ് വൈഫ് എന്നത്. ഏറ്റവും ആസ്വദിച്ച് ചെയ്യാവുന്ന, ഏറ്റവും ക്രിയേറ്റിവിറ്റി ഉള്ളതാണ്. അവിടെ ഒരു സ്ത്രീ എന്ന നിലക്ക് ഒരാൾ ഒരു IPS, IFS അല്ലെങ്കിൽ IAS പോലെയുള്ള ഒരു വലിയ ഉദ്യോഗം തിരഞ്ഞെടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഇത് ചെറുതാണോ? ഞാൻ ഈ ഒരു വേഷത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ വിശദീകരിക്കുമ്പോൾ ഒരുപക്ഷെ പലർക്കും പലതും തോന്നാം. ഞാൻ അതിനൊരു സുരക്ഷാ കവചം എന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളൊരു പുസ്തകം വായിക്കണം. എഡ്യൂക്കേറ്റഡായ ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പേര് വെൻ ബ്രീത്ത് ബിക്കംസ് എയർ. ലോകത്ത് അറിയപ്പെട്ട 2 ന്യൂറോളജിസ്റ്റുകളായ ദമ്പതികൾ, അവരുടേതാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ അവർ അവതരിപ്പിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, വലിയ ന്യൂറോളജിസ്റ്റായി ലോകം ചുറ്റിക്കറങ്ങി ചികിത്സിക്കുകയും സേവനം ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ ഡോക്ടർക്ക് ലങ്സിന് ക്യാൻസർ വന്നു, ശ്വാസകോശത്തിന് ക്യാൻസർ വന്നു. ഡോക്ടർ പേഷ്യൻ്റായി മാറി.
ആ സമയത്ത് അവർ തമ്മിൽ ആലോചിച്ചു, നമുക്കൊരു കുഞ്ഞു വേണം. കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിൻ്റെ കൂടെ ഏതാനും ദിവസങ്ങൾ ജീവിക്കുമ്പോഴാണ് അവരൊരു കാര്യം തിരിച്ചറിയുന്നത്. ഞാൻ എന്തിനായിരുന്നു ഒരു ന്യൂറോളജിസ്റ്റ് ആയത്? ഞാൻ എന്തിനാണ് ഒരു ന്യൂറോളജിസ്റ്റ് ആയത്? സത്യത്തിൽ ഞാൻ ന്യൂറോളജിസ്റ്റ് ആകേണ്ടിയിരുന്നത് ആദ്യം ഒരു ലൈഫ് ബിൽഡ് ചെയ്തിട്ട് ആ ലൈഫിന് വേണ്ടിയായിരുന്നു ഞാൻ ഈ ഉദ്യോഗം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. ഇതവർ സവിസ്തരം സമർത്ഥിക്കുന്ന ഒരു പുസ്തകമാണ് വെൻ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന ഇംഗ്ലീഷ് പുസ്തകം. ലോകത്ത് വളരെ കൂടുതൽ വിറ്റയിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. ഒരു പെണ്ണ് ഒരു IAS-കാരിയോ IFS-കാരിയോ അല്ലെങ്കിൽ IPS-കാരിയോ ആയി മാറുമ്പോൾ, അല്ലെങ്കിൽ വേഗത്തിലും അത്തരം പൊതുജീവിതത്തിലെ ഉദ്യോഗം ഏറ്റെടുക്കുന്ന സമയത്ത് എന്താണ് ഇത്തരം ഉദ്യോഗങ്ങൾ? ഈ ഉദ്യോഗം ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സർക്കിളിലെ എത്ര ഭാഗത്തെയാണ് കവർ ചെയ്യുന്നത്? ജീവിതത്തെ ഒരു സർക്കിളായി വരച്ചാൽ ആ സർക്കിളിലെ, ആ വൃത്തത്തിലെ എത്ര % ഈ ഉദ്യോഗം കവർന്നെടുക്കുന്നത്? നാം മനസ്സിലാക്കണം. അതിലെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെല്ലാം ഈ ഉദ്യോഗം കവർന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആസ് എ വുമൺ, ആസ് എ മദർ, ഒരു മാതാവ് എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ തൻ്റെ കുഞ്ഞിന് നൽകേണ്ട ആ മദറിങ് വേവ്, ഒരു മാതൃത്വത്തിൻ്റെ ആ ഒരു തരംഗം, ആ ഒരു തണൽ, ആ ഒരു മാധുര്യം, അതൊരു കുഞ്ഞിന് പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ മനുഷ്യ കുഞ്ഞ് മറ്റൊരു ജീവിയായി പരിണമിക്കും. ഈ മനുഷ്യ കുഞ്ഞ് മറ്റൊരു ജീവിയായി പരിണമിക്കും. ഇരുകാലിൽ ജീവിക്കുന്ന ബുദ്ധിശാലിയായ മനുഷ്യൻ എന്ന് വിളിക്കുമ്പോൾ മനുഷ്യത്വത്തിന് പരിക്കേൽക്കുന്നൊരു ജീവിയായി ഈ കുഞ്ഞു മാറും, ഈ ജീവി മാറും. എങ്കിൽ ഒരു സ്ത്രീത്വത്തിൽ അവർ ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ എൻജിനീയറിംഗ്, സാമൂഹ്യ സൃഷ്ടിപ്പ് ആണ് ഹോം ഗവേണൻസ്, ഗൃഹഭരണം എന്നത്. ഇത് മനസ്സിലാക്കി ആ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ എൻജിനീയറിംഗ് മാനേജ് ചെയ്യുന്ന അങ്ങനെ ഒരു ആശയം സമൂഹത്തിന് സമർപ്പിച്ച നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിന് ഏറ്റവും നല്ല ഒരു ട്യൂണുണ്ട്, അത് തങ്ങൾ ഉപയോഗിച്ചു. അൻസ്വാരിയത്തുകളായ വനിതകൾ വന്നിട്ട് പുരുഷന്മാർക്ക് ജുമാഅക്ക് പങ്കെടുക്കുമ്പോൾ, ജമാഅത്തിന് പങ്കെടുക്കുമ്പോൾ, അതുപോലെ മയ്യിത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുമ്പോൾ, ജനാസ കർമ്മങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ വലിയ 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 പ്രതിഫലങ്ങൾ ഓഫർ ചെയ്യപ്പെട്ടിട്ടില്ലേ? അതുപോലെ ഞങ്ങൾക്ക് വേണ്ടേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നബി തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സന്നദ്ധമാണോ? എങ്കിൽ ഒരു പുരുഷൻ ജിഹാദിന് പുറപ്പെട്ടാൽ, ജുമാഅക്ക് പുറപ്പെട്ടാൽ, ജമാഅത്തിന് പുറപ്പെട്ടാൽ എല്ലാറ്റിനും കിട്ടുന്നതിനേക്കാളും വലിയ പ്രതിഫലം കിട്ടുന്ന ക്രിയേറ്റിവിറ്റിയാണ്, നിർമ്മാണാത്മകമായ ഇടപെടലാണ് നിങ്ങളുടെ ഗൃഹഭരണം എന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ചു. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീ ഈ ഉത്തരവാദിത്വത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അവിടെ പരാജയത്തിൻ്റെ അധ്യായങ്ങൾ ഇല്ല. എവിടെയാണ് പ്രശ്നം? പ്രശ്നം നാം നമ്മുടെ ജീവിതത്തെ വരച്ചെടുക്കുന്ന സമയത്ത് പിഴക്കുന്നു. ഞാൻ കുറഞ്ഞ വാക്കുകളിൽ ഈ പാർട്ട് അവസാനിപ്പിക്കാം, പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ, പ്രത്യേകിച്ച് പെൺമക്കളെ വളർത്തുന്ന സമയത്ത് അവരുടെ നേച്ചറാണ് ഗൃഹഭരണം എന്നത്. ആ ഗൃഹഭരണത്തിൽ ഒരു ജോലിയും ചെയ്യാൻ അനുവദിക്കാതെ അവരെ വളർത്തിയാൽ ആ വളർത്തുന്ന സമയത്ത് അവർക്കുണ്ടായിത്തീരുന്ന ഒരു ശൂന്യതയുണ്ട്. ഈ ശൂന്യത പ്രശ്നം സൃഷ്ടിക്കുന്നത് എവിടെയാണ്? വിവാഹ ജീവിതത്തിന് ശേഷം എന്തായാലും ഒരു വീട്ടിൽ താമസിക്കണ്ടേ? വീട്ടിൽ താമസിക്കുന്ന സമയത്ത് വീട് വൃത്തിയാക്കണ്ടേ, അലക്കണ്ടേ, അതുപോലെ അവിടെ പാചകം ചെയ്യണ്ടേ? ഇങ്ങനെ തുടങ്ങിയുള്ള ഹോം ഗവേണൻസ് എന്ന് പറയുന്നത് വലിയൊരു ആർക്കിടെക്ട് ഏരിയ കൂടിയാണത്, വലിയ ഇൻ്റലിജൻ്റ് ഏരിയ. ഈ ഏരിയകളിലേക്ക് അവർ പിന്നീട് കടന്നു വരുമ്പോൾ ഒരു ജോഡി ഡ്രസ് അത് വൃത്തിയാക്കേണ്ടത് 2 ജോഡിയാകുമ്പോഴേക്ക് പ്രഷർ
ഹൈ ആകാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ പ്രഷർ ലോ ആകാനുള്ള സാധ്യതയുണ്ട്. ഈ ബ്ലഡ് പ്രഷർ ലോ ആകാനും ഹൈ ആകാനും കാരണമായാൽ അത് മതി ടോട്ടൽ ബോഡി എന്താകാൻ, ഡിസ്ട്രാക്റ്റഡ് ആകാൻ, ആകെ അലങ്കോലപ്പെടാൻ. അപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞ് എന്ന നിലയിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഒരു വീട് ഭരണവുമായി ബന്ധപ്പെട്ട പരിചരണങ്ങൾക്ക് അവസരം നൽകാതെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു മാതാവെന്ന നിലയിൽ ചെയ്യുന്ന ക്രൂരകൃത്യമാണ് എന്നതാണ് ഒരു പരമസത്യം. പക്ഷെ അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം, അത് ആസ്വദിച്ച് ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിനോളം വലിയൊരു ക്രിയേറ്റിവിറ്റി ഇല്ല, അതിനോളം വലിയൊരു സുഖമില്ല. ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഞാൻ കർണാടകയിലേക്ക് ഒരു യാത്ര പോവുകയായിരുന്നു. എൻ്റെ കൂടെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. എന്നെക്കാൾ ഒരു 10-15 വയസ്സ് കൂടുതലുണ്ടാകും അദ്ദേഹത്തിന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഈ ആശയം നേരത്തെ എനിക്ക് ഭയങ്കര വിയോജിപ്പായിരുന്നു. എന്തെന്നറിയോ, ഞാൻ പലപ്പോഴും പറയുന്നത് ഈ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ സാഹസികതയുള്ളതല്ല, പ്രയാസമുള്ളതല്ല, അത് വളരെ എളുപ്പമാണ്, പക്ഷെ സീരിയസ് ആണ്. ഞാൻ എന്നും പറയാറുള്ള ഉദാഹരണം, നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നത് പോലെ. നിങ്ങളിപ്പോൾ ശ്വസിക്കുന്നില്ലേ? ഇല്ലേ? പ്രയാസമുണ്ടോ? ശ്വസിക്കാൻ പ്രയാസമുണ്ടോ? ഉണ്ടോ? ഒന്ന് തലയാട്ടെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. എന്നാൽ ഇത് സീരിയസ് അല്ലേ? ബ്ലോക്ക് ചെയ്ത് നോക്കാൻ പറ്റുമോ? ആംബുലൻസ് വിളിച്ചു വെക്കേണ്ടി വരും. സീരിയസ് ആണ്, പക്ഷേ എളുപ്പമാണ്. ഗൗരവമുള്ളതാണ്, പക്ഷെ അത് എളുപ്പമാണ്. ഇതുപോലെയാണ് പാരൻറ്റിങ്. ഇതാദ്യം എനിക്ക് തീരെ യോജിപ്പില്ലായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഒരു ദിവസം നിങ്ങളെ ഒരു പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കെൻ്റെ ലൈഫ് ഓർമ്മയായി. ഞാൻ വളരെ തണുപ്പുള്ള വയനാട് കാലയളവിൽ കുഞ്ഞുനാളിൽ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സുബ്ഹി ഉൾപ്പെടെയുള്ള ഒരു സ്നേഹ സംസാരമോ നിസ്കാരം ഓർമ്മ വെച്ച നാളിന് ശേഷം ഖള ആക്കിയിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ പാരൻസാണ്, എൻ്റെ രക്ഷിതാക്കളാണ്. എൻ്റെ കുഞ്ഞുനാളിലെ ഞാൻ നന്നായി ജോലി ചെയ്യും, ചെറിയ കുഞ്ഞുനാളിലെ നന്നായി ജോലി ചെയ്യും, ക്യാഷും ഉണ്ടാവും കയ്യിൽ, പക്ഷെ ഒരിക്കലും ക്യാഷ് ദുരുപയോഗം ചെയ്യാറില്ല. അതിൻ്റെ കാരണം എൻ്റെ പാരൻസാണ്. ഞങ്ങൾ സാമ്പത്തികമായി നന്നായി അധ്വാനിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും നല്ല ശേഷിയുള്ളവരാണ്, സാമ്പത്തികമായി എപ്പോഴും കയ്യിലുണ്ടാവും. പക്ഷേ ഞങ്ങളെ ഈ അധ്വാനമോ ഈ കഠിനാധ്വാനം, അദ്ദേഹം പറയാണ്, ഞാൻ കുട്ടിക്കാലത്തൊക്കെ അധ്വാനിച്ചത് ഓർക്കുമ്പോൾ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു നിമിഷം വല്ലാതെ അധ്വാനിപ്പിച്ച് കളഞ്ഞു എൻ്റെ രക്ഷിതാവ് എന്ന് തോന്നിയ ഒരു സെക്കൻഡ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളാണ് ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങൾ കേൾക്കണം. ഒരുപാട് ചോദ്യങ്ങളുടെ ക്യാപ്സൂൾ ആൻസറാണ് ഞാനിപ്പോൾ പറയുന്നത്. കുറേ നേരം പ്രസംഗിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ക്യാപ്സൂൾ ആവുമ്പോൾ വേഗം റിസൾട്ട് കാണും. നിങ്ങൾ ശ്രദ്ധിച്ച് വിഴുങ്ങിയാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ശേഷം വെള്ളം കുടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ മാനേഴ്സ് പഠിച്ചത് അതും അങ്ങനെ തന്നെയാണ്. അയാൾ ഒരു സാമ്പിൾ പറഞ്ഞു. എന്തെന്നറിയോ? വീട്ടിൽ ഗസ്റ്റ് വന്നു, അതിഥികൾ വന്നു. അതിഥികൾ വന്ന സമയത്ത് അദ്ദേഹം പറയാം, ഞാനും എൻ്റെ ജ്യേഷ്ഠനും ചെറിയ മക്കളായിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ തല്ലുകൂടി. എന്തിനാണ് തല്ലുകൂടിയത്? അതിഥികൾക്ക് കൊണ്ടുവച്ച ഈ പലഹാരങ്ങൾക്ക് വേണ്ടിയാണ് തല്ലുകൂടിയത്. പലഹാരങ്ങളിലെ പ്രഥമ ഗണനീയൻ മിക്സ്ചറാണ്, മിക്സ്ചർ റെയിൽ. മിക്സ്ചറിനാണ് ഞങ്ങൾ തല്ലുകൂടിയത്. ഗസ്റ്റ് ഈ അതിഥികളുള്ള സമയത്ത് ഞങ്ങൾ തല്ലുകൂടിയപ്പോൾ വാപ്പ ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. അതിഥികൾ പോയപ്പോൾ വാപ്പ ഞങ്ങളെ വിളിച്ചു. വാപ്പ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അവെയറാകുന്നത്, പടച്ചറപ്പേ ഇനി എന്ത്. അപ്പോൾ വാപ്പ ഞങ്ങളെ രണ്ടാളെ എടുത്ത് വിളിച്ചു. ഞങ്ങളോട് പറഞ്ഞു, ഒരു പ്ലേറ്റ് എടുത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാളും പ്ലേറ്റ് എടുത്ത് വന്നത് പ്ലേറ്റ് കൊണ്ട് അടി കിട്ടാൻ സാധ്യതയില്ല. ഞങ്ങൾ പ്ലേറ്റ് എടുത്ത് വന്നപ്പോൾ 2 പ്ലേറ്റിലും നിറയെ മിക്സ്ചർ ഇടാൻ പറഞ്ഞു. മിക്സ്ചർ ഇട്ടു. കാരണം ഇവർ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, ഫാമിലി ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തുന്നവരാണ്. യഥേഷ്ടം നിറയെ മിക്സ്ചർ ഇട്ടതിന് ശേഷം ബാപ്പയുടെ ഇൻ്റർവ്യൂ, നമ്മൾ ഇത് എന്തിനുണ്ടാക്കിയതാണ്? അപ്പോൾ ഇവരുടെ ഉത്തരം എന്താ അറിയോ? വിൽക്കാൻ. കാരണം എന്താ? അവരാണ് കൊണ്ടുപോയി വിൽക്കാറുള്ളത്. അപ്പോൾ വിൽക്കാനാണെന്ന് ആൻസർ പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു നോ. രണ്ടാമതും ചോദ്യം ഒന്നാമത്തെ തന്നെ. അപ്പോൾ ഇവർ രണ്ടാൾക്കും അറിയാവുന്ന ഉത്തരം പറഞ്ഞു. വാപ്പ പറഞ്ഞു അല്ല. 3 ചോദ്യം കഴിഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കഴിക്കാൻ, ഭക്ഷിക്കാൻ ഉണ്ടാക്കിയതാണ്, ബാക്കിയുണ്ടെങ്കിൽ വിൽക്കാൻ ഉണ്ടാക്കിയതാണ്.
അദ്ദേഹം പറഞ്ഞു, ഈ ഒരു ഇൻസിഡൻറ്റ്, ഈ ഒരു വാക്യത്ത്, ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ലൈഫിൽ ഒരിക്കലും ഞങ്ങൾക്ക് മാനേഴ്സ് എന്താണ് എന്ന ഒരു ക്ലാസിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെയാണ് മൈക്ക് വേണം. മൈക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇടപെടട്ടോ. ഞാൻ സംസാരിച്ച് തീരാൻ കാത്തു നിൽക്കേണ്ടതില്ല, അവസാനിക്കാൻ കാത്തു നിൽക്കേണ്ടതില്ല. അതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഇടപെടാം. ജസ്റ്റ് റൈസ് ആൻഡ് ചെയ്താൽ മൈക്ക് ഇവിടെ ഉണ്ട്, വയർലെസ് മൈക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചു, ഇവരുടെ പാരൻസ് എഡ്യൂക്കേറ്റഡ് ആണോ? ഏതെങ്കിലും കളക്ടറോ അല്ലെങ്കിൽ വലിയ ഓഫീസേഴ്സോ അങ്ങനെ ആരെങ്കിലും ആണോ? രണ്ടാളും രണ്ട് വിദ്യാഭ്യാസത്തിലും നിരക്ഷരരാണ്. അക്കാദമിക് എഡ്യൂക്കേഷനിലും അവർ നിരക്ഷരരാണ്, മോറൽ എഡ്യൂക്കേഷനിലും നിരക്ഷരരാണ്. രണ്ടിലും അവർ നിരക്ഷരരാണ്. എങ്ങനെ സാധിച്ചു? അതാണ് ഞാൻ പറയുന്നത്. ഉണ്ടാകേണ്ടത് ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അവർക്കുള്ള കാഴ്ചപ്പാട് എന്താണ്? ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കണം. ആരെയും, മക്കളെ ആയാലും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു ജീവിയെയും പ്രയാസപ്പെടുത്തേണ്ടതില്ല. എല്ലാവരെയും ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന ആ കാഴ്ചപ്പാട്. ഇതിന് പ്രതിഫലമുണ്ട്, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് പ്രതിഫലമുണ്ട് എന്നൊരു ബോധ്യമാണ് അവരെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്. അപ്പോൾ ഒരു പാരന്റിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താ? ക്വാളിഫിക്കേഷൻ നല്ല മനസ്സുള്ള ഒരു ജീവിതം, മനസ്സമാധാനമുള്ളൊരു ജീവിതം. ഇന്നലെ എനിക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞ പെൺകുട്ടി പറയുന്നത് എനിക്ക് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകണമെന്നാണ്. എന്താണ് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവുക? കുറച്ചു മുമ്പ് ഞാനൊരു ഫേസ്ബുക്കിലെ ഒരാളുടെ പ്രൊഫൈലിനോട് ചേർന്നുള്ള ഒരു കുറിപ്പ് വായിച്ചു. ഒരു ആയുർവേദ ഡോക്ടറാണ്, മുസ്ലിം ലേഡിയാണ്. അവരുടെ എഴുത്തിൻ്റെ രത്നച്ചുരുക്കം, ഞാൻ ഇങ്ങനെ ഒരു ഡോക്ടറാകാനുണ്ടായ കാരണം വിവാഹത്തിന് മുമ്പാണ് ഈ ഡോക്ടറാകുന്നത്. ഡോക്ടറാകാനുള്ള കാരണം, കല്യാണം കഴിച്ചിട്ട് നേരാം വണ്ണം ജീവിക്കണമെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്ന്, ഒരു പ്രൊഫൈൽ വേണം. രണ്ട്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി വേണം. എന്താണ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കിപ്പോൾ ഒന്ന് പുറത്തു പോകണം, എനിക്കൊന്ന് ഫുഡ് അടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്ന് കറങ്ങണം എന്ന് തോന്നുമ്പോൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് എനിക്ക് തോന്നുന്നത് പോലെ എനിക്ക് ജീവിക്കണം. ഇത് വലിയ ക്വാളിറ്റിയാണ് എന്നാണ് കരുതുന്നത്. ഇത് ക്വാളിറ്റിയല്ല, ഇതൊരു കഴിവുകേടാണ്. ഈ സദസ്സിലിരിക്കുന്ന സമയത്ത് സദസ്സിൽ ഒരാളുടെ കഴിവാണ് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നു, ഒരു പെർമിറ്റഡായി ഇരുന്നു എങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പോയിട്ട് വരാട്ടോ എന്ന് പറയുന്നത് ഒരാളുടെ ക്വാളിറ്റിയാണ്. അതൊരു ഭയമാണോ? അല്ല, അതൊരു ക്വാളിറ്റിയാണ്. നാം 5 പേർ, നാം 10 പേർ ഒന്നിച്ചിരുന്നൊരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു പോകുമ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പോയിട്ട് വരാട്ടോ എന്ന് പറയുന്നത് അതൊരു ക്വാളിറ്റിയാണ്. അത് കഴിവുകേടല്ല, അതൊരു പാരതന്ത്ര്യമല്ല, അത് കഴിവുകേടാണ്. എനിക്ക് തോന്നിയത് ഞാൻ തോന്നിയതുപോലെ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് കഴിവല്ല, കഴിവുകേടാണ്. ഏതുപോലെ? പുതിയ ലോകത്തെ തല്ലുമാല പോലെ. കേട്ടിട്ടില്ലേ തല്ലുമാല? തോന്നുന്നത് പോലെ തല്ലുകൂടുക. ഒരു ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഒക്കെ എൻഡ് ഓഫ് ഇയറിൽ വരുമ്പോൾ, വർഷാന്ത്യത്തിലെത്തുമ്പോൾ സ്കൂളിൽ വ്യാപകമായ തല്ല്, സ്കൂൾ പരിസരങ്ങളിൽ പാകമായ എന്തിനാ തല്ല് അറിയില്ല. ഇതിനാണ് മാനസിക രോഗം എന്ന് പറയുന്നത്. ഇതൊരു ഡിസോർഡേഴ്സാണ്. ഈ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്ന ആർട്ടുകളാണ് ഇന്നത്തെ സിനിമാ ലോകമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇവിടെ കുട്ടികളെ നാം അനാവശ്യമായി പഠിപ്പിക്കുകയാണ്. തല്ലൽ അത് കഴിവാണ്. അല്ല, തല്ലാൻ ആർക്കും പറ്റും. മെയ് വഴക്കം കൊണ്ട്, ശാരീരിക മികവ് കൊണ്ട് തൻ്റെ സഹജീവിയെ കായികമായി ആക്രമിക്കുന്നത് പോത്തിന് പറ്റും. അത് ഈ മറ്റ് 4 ജീവികൾക്ക് പറ്റും, ഗുണ്ടകൾക്ക് പറ്റും, 2 ജീവികളായ. പക്ഷെ മനുഷ്യൻ അതിജയിക്കേണ്ടത് എങ്ങനെയാണ്? മനുഷ്യൻ അതിജയിക്കേണ്ടത് ആർട്ട് കൊണ്ടാണ്. മനുഷ്യൻ അതിജയിക്കേണ്ടത് സേവനങ്ങൾ കൊണ്ട് അതിജയിക്കണം. അപ്പോഴാണ് മനുഷ്യൻ വലിയവനാകുന്നത്.
അപ്പോഴാണ് മനുഷ്യൻ കഴിവുള്ളവനാകുന്നത്. മറ്റത് കഴിവൊന്നുമല്ല, ആരോ പഠിപ്പിക്കുന്ന അന്ധകാരമാണ്. ഇതുപോലെ ഒന്നാണ് ഈ കുട്ടി പറയുന്നത്, എനിക്ക് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകണം. ഞാൻ ചോദിച്ചു, എന്തിന്? സത്യത്തിൽ ഒരാൾ വിവാഹ ജീവിതത്തിന് എനിക്കാവശ്യം ഫൈനാൻഷ്യൽ സാമ്പത്തിക ഭദ്രതയാണ്, ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏതുപോലെയാണെന്നറിയോ? ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ഹാളിനുള്ളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു. ആ പ്രോഗ്രാമിലേക്ക് എൻട്രൻസിന് ഒരു ടിക്കറ്റ് ഉണ്ട്. ഈ ടിക്കറ്റ് കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ എന്താ അറിയോ? ഒന്നുകിൽ കളരി അല്ലെങ്കിൽ കരാട്ടെ. അത് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. എന്നാലേ ഇതിൽ എന്ത് ചെയ്യുള്ളൂ? പ്രവേശനം കിട്ടുള്ളൂ. എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുക ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച്? എന്താ മനസ്സിലാകുക? ഇവിടെ നടക്കാൻ പോകുന്നത് തല്ലാണ് എന്ന് മനസ്സിലാകും, ഇല്ലേ? സ്വാഭാവികമാണത്. ഇതുപോലെയാണ് വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ഒരാളുടെ കയ്യിലുണ്ടായിരിക്കേണ്ടത് സാമ്പത്തിക ഭദ്രതയോ അതല്ലെങ്കിൽ പ്രൊഫൈലോ ആണെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. വിവാഹ ജീവിതത്തിന് അതല്ല ആവശ്യം. പക്ഷെ തെറ്റിദ്ധരിക്കരുത്, ഒരു സ്ത്രീക്ക് പ്രൊഫൈൽ ഉണ്ടാകാൻ പാടില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട പ്രഥമ വനിതകളിൽ ഒരാളാണ് സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. നല്ല ഹൈ പ്രൊഫൈലുള്ള ആളായിരുന്നു, നല്ല ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തിക ഭദ്രതയുള്ള ആളായിരുന്നു. എന്തെങ്കിലും കോട്ടുണ്ടോ ഇസ്ലാമിൽ? ഇല്ല. പക്ഷേ വിവാഹ ജീവിതത്തിൻ്റെ അടിയാധാരം അത് സാമ്പത്തിക ഭദ്രതയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റിങ്ങിൽ നിങ്ങൾ പിഴക്കാൻ പോവുകയാണ്. ഇനി പാരന്റിങ്ങിൽ ഒരാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? നിലപാടുകളാണ്. ജീവിതത്തോട് നിങ്ങൾക്കുള്ള മനോഭാവമാണ്. ഞാൻ ജീവിക്കാൻ പോകുന്നത്, ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വം, അത് ഞാൻ ആസ്വദിച്ച് ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകും, അത് ആസ്വദിച്ച് ഞാനത് നിർവഹിക്കും എന്ന തോന്നൽ, എന്ന ധാരണ, എന്ന വിശ്വാസം, എന്ന ബിലീഫ്, അത് നിങ്ങളുടെ കഴിയിലുണ്ടോ? യു ആർ സേഫ്. നിങ്ങൾ സുരക്ഷിതരാണ്. ഇനി നിങ്ങൾ അവിടുന്ന് അങ്ങോട്ടുള്ള പാരന്റിങ്ങിൻ്റെ ഓരോ ഘട്ടങ്ങളും ലവിങ് 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 ലവിങ്. സ്നേഹമാണ് പാരന്റിങ്. സ്നേഹത്തിൻ്റെ മാറ്റി നിർത്താനാകാത്ത ഒന്നാണ്. തെറ്റുകളുടെ പക്ഷം വരുമ്പോൾ നിലപാടുകൾ ഉണ്ടാകണം. അനാവശ്യമായി കുട്ടികളെ ബ്ലെയിം ചെയ്യരുത്. പ്രസവിച്ചു വീണു, 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം അവിടെ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞിൻ്റെ ഉമ്മയെ കാണാൻ വന്ന ആളോട് കുഞ്ഞിൻ്റെ ഉമ്മ ആദ്യം പറയുന്ന പരാതി, ഇവൻ ഇപ്പം തന്നെ വികൃതി തുടങ്ങിയിട്ടുണ്ട്. വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി? ഇവരുടെ ഉത്തരം, പകല് തീർത്ത് ഉറങ്ങുക, രാത്രി എൻ്റെ ഉറക്കം കളയാൻ. ഇങ്ങനെ പറയുന്ന രക്ഷിതാക്കളെ കാണാം. ഇതൊരു ആരോപണമല്ലേ? ഇത് പറയുന്നവരായി മാറരുത്. ഈ കുഞ്ഞിൻ്റെ ഉമ്മ 7-ാമത്തെ ദിവസമായിട്ടില്ല, അന്ന് ഒരു ദിവസം അടുക്കളയിൽ പോയി വന്നപ്പോൾ കുഞ്ഞ് മൂത്രമൊഴിച്ചിട്ടുണ്ട്. എവിടെയാണ് മൂത്രമൊഴിച്ചതെന്നറിയാം? ബെഡിൽ സുപ്ര വിരിച്ചിട്ടുണ്ട്. ഈ വിരിച്ച സുപ്രയുടെ പുറത്തിറങ്ങിയിട്ട് കുഞ്ഞ് മൂത്രമൊഴിച്ചിരിക്കുന്നു എന്നതാണ് ഉമ്മയുടെ ആരോപണം. സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കേണ്ട കേസായി മാറിയിരിക്കുകയാണ്. എന്ത് വിഷയം? ഒരു കുഞ്ഞ് ഉണർന്നിരിക്കുമ്പോൾ ചലിക്കണം. ചലനാത്മകത എന്ന് പറയുന്നത് നോർമലാണ്. ചലിച്ചാൽ ഒരിടത്തിരിക്കുകയില്ല, അത് നീങ്ങാം. നീങ്ങി പുറത്തായാൽ പുറത്തിരിക്കും. അപ്പോൾ മൂത്രശങ്ക വന്നാൽ മൂത്രമൊഴിക്കണം. ഒഴിച്ചാൽ അത് ബെഡിലാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. മൂത്രം തുടച്ചാൽ തീരുന്നതാണ്. ഇത്രയേ ഉള്ളൂ. അതിന് അത് പറഞ്ഞ് പർവ്വതീകരിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തമാശക്കാണെങ്കിൽ പോലും അപകടമാണ്. ബ്ലെയിമിങ് അരുത്. കുറ്റപ്പെടുത്തൽ അരുത്. ആവശ്യത്തിനും അനാവശ്യത്തിനും കുറ്റപ്പെടുത്തി, തമാശകളിലാണെങ്കിൽ പോലും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അപകടമാണ്. കുഞ്ഞുനാളിൽ മുലയൂട്ടുമ്പോൾ പോലും ആസ്വദിച്ച് മുലയൂട്ടണം. ഒരു ദിവസം ഒരു പാരൻ്റ് പറഞ്ഞു, സദാ കുഞ്ഞിന് തീരെ ഉറക്കമില്ല. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? മുലയൂട്ടി കുറേ സമയം മുലയൂട്ടിയാൽ
കുഞ്ഞ് ഉറങ്ങുന്നതിനേക്കാൾ മാതാവിനോട് ഉറങ്ങിപ്പോകുന്നു. മാതാവ് ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോൾ ആദ്യം ഉറക്കം തെളിയുന്നത് കുഞ്ഞാണ്. കുഞ്ഞിനെ ഉറക്കിയ മാതാവ് ഉറങ്ങിപ്പോകുന്നു. മാതാവ് ഉറങ്ങുമ്പോൾ കുഞ്ഞ് ആദ്യം ഉണർന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? ഒരു ജോലിയും നടക്കുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ മുലയൂട്ടുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാറുണ്ടോ? മിക്കവാറും രക്ഷിതാക്കളൊക്കെ മുലയൂട്ടും സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നു. മാരകമാണ് ഈ പ്രശ്നം. മുലപ്പാൽ എന്ന് പറയുന്നത് നേരത്തെ ഒരു ടാങ്കിൽ സെറ്റ് ചെയ്ത് വെച്ച സാധനമല്ല. അനുനിമിഷം അതിൽ ഉൽപാദന പ്രക്രിയയും അതുപോലെ ചേരുവകൾ ചേർക്കൽ പ്രക്രിയയും നടക്കേണ്ടതാണ്. സ്തനങ്ങളിലെ നിരവധി ഗ്രന്ഥികൾ സപ്പോർട്ടീവായി പ്രവർത്തിച്ചതിന് ശേഷം ആ ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന ഹോർമോണും എൻസൈമുകളും ചേർന്നിട്ട് ഈ മുലപ്പാലിൽ നിന്ന് കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകണം, കുട്ടിക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് ഉണ്ടാകണം, അതിനാവശ്യമായ കെമിക്കൽ ആഡ് ഓൺ അത് നടക്കണം ഫീഡിങ്ങിൻ്റെ സമയത്ത്. അതിന് ഒരു മാതാവ് കുഞ്ഞിനെ മുലയൂട്ടേണ്ടത് ശാന്തിയോടെ ഇഷ്ടത്തോടെ ആസ്വദിച്ചിട്ടായിരിക്കണം. ഈ ഹൃത്തടത്തിൽ ചുട്ടുപൊള്ളുന്ന ചുടുകലങ്ങൾ വെച്ച് ദയവായിട്ട് നിങ്ങൾ കുഞ്ഞിനെ മുലയൂട്ടരുത്. ഇസ്രയേലിലെയോ വേറെ എവിടെയെങ്കിലുമുള്ള ക്രൂരകൃത്യങ്ങൾ മനസ്സിൽ നിറച്ചു വെച്ചിട്ട് കുഞ്ഞിനെ മുലയൂട്ടരുത്. 1ഉം 4ഉം കെട്ടി അസംബന്ധങ്ങൾ കാണിക്കുകയും അത് യൂട്യൂബ് ബ്ലോഗിലൂടെ വിളിച്ചു പറയുകയും ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ വ്ളോഗർമാരുടെ വീഡിയോകൾ കണ്ടുകൊണ്ട് കുഞ്ഞിന് മുലയൂട്ടരുത്. നിങ്ങൾ ആ സമയത്ത് താരാട്ട് പാടൂ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഈ തവസ്സുലിൻ്റെ ഈരടികൾ ഈ ഈരടികളെ നിങ്ങൾക്കറിയാവുന്ന ഈണത്തിലും ആ താളത്തിലും അതിനാസ്വദിച്ചൊന്ന് അതിനെ കൂടെ കൂട്ടുക. അങ്ങനെ ആസ്വാദനങ്ങൾ ജോയ്ഫുള്ളായിട്ട് ആ നിമിഷത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ആസ്വദിച്ച് ഫീഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിനെ വളരെ പെട്ടെന്ന് ആ കുഞ്ഞിന് ഉറക്കം വരുന്നത് കാണാം. പലപ്പോഴും നമ്മൾ കാണുന്ന അനുഭവമാണ്, ഇങ്ങനെ നേരത്തെ മണിക്കൂറുകൾ മുലയൂട്ടിയവർ 10ഉം 15 മിനിറ്റും മുലയൂട്ടുമ്പോൾ കുഞ്ഞുറങ്ങുന്നു. ആ ഉറക്കം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നു. ആ ഉറക്കം കഴിഞ്ഞ് ഉണർന്നാൽ പോലും കുട്ടി ശാന്തനാകുന്നു. മറ്റത് കുട്ടിക്കുള്ള ഉറക്കം പോലും ഈ ഉമ്മ മുലയൂട്ടി കഴിഞ്ഞാൽ പോയി കിട്ടും. കുഞ്ഞിക്കൊരു ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു, അത് ഉമ്മ മുലയൂട്ടിയപ്പോൾ ഉള്ള ഉറക്കം പോയി, കുഞ്ഞാകെ അശാന്തനായി. അങ്ങനെയാണ് മാറുക. അവിടെ എന്തു വേണം? പാരൻറ്റിങ്ങിലെ പ്രഥമ ഘട്ടമാണിത്. ഇനി കുഞ്ഞുങ്ങളോട് പെരുമാറുമ്പോൾ കുഞ്ഞുനാളിൽ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിരിക്കുക, കുഞ്ഞുങ്ങൾ പിടിച്ചു നിൽക്കുക, മുട്ടിട്ട് എഴുതുക, ചന്തിയിട്ട് എഴുതുക, പിടിച്ചു നിൽക്കുക, പിടിച്ചു നടക്കുക, കൈവിട്ട് നടക്കുക, പടികൾ കയറുക, പടികൾ ഇറങ്ങുക തുടങ്ങിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഇതെല്ലാം മൈൽ സ്റ്റോണുകളാണ്, വളർച്ചാഘട്ടങ്ങളാണ്. ഇതെല്ലാം ബ്രെയിൻ ജിമ്മുകളാണ്. ഈ ബ്രെയിൻ ജിമ്മുകൾ അവരുടെ പഠനത്തെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രെയിൻ ജിം ഒക്കെ നടക്കണം. ദയവായിട്ട് മെഷീൻസ് വേണ്ട. വീട്ടിലെ സ്റ്റെയർ കെയറുകളൊക്കെ ഈ കോണിപ്പടികളല്ല. ദയവായിട്ട് നിങ്ങൾ ഹർത്താൽ പ്രഖ്യാപിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് സമയാനുബന്ധമായി ചെയ്യാൻ പെർമിഷൻ കൊടുക്കണം, കെയറിങ് കൊടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും അവരൊന്നിച്ച് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് മതിയായാൽ അപ്പം നിങ്ങൾ ബ്ലോക്ക് ചെയ്തത്. അല്ലാതെ പെർമനൻ്റഡായിട്ട് ചെറിയ കുഞ്ഞുണ്ടോ വീട്ടിൽ ഹർത്താൽ, ഇങ്ങനെ ചെയ്യരുത്. അത് നല്ലതല്ല. ഡോണ്ട് ഡു ചെയ്യരുത്. ചെയ്യാൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുറ്റത്തിറങ്ങിയാൽ കാല് പുരളും, മണ്ണാവണം ശരീരത്തിൽ, വെള്ളം നനയണം ശരീരത്തിൽ. കുട്ടികൾ മണ്ണും വെള്ളവും ഒക്കെ ചേർന്ന് ജീവിക്കണം. കഴുകിയാൽ വൃത്തിയാകും. അഴുക്കുകളിൽ, അതായത്
അപകടകരമായ മാലിന്യങ്ങളിൽ നിങ്ങൾ കുട്ടിയെ വിടണ്ട. മണ്ണ് മാലിന്യമല്ല, വെള്ളം മാലിന്യമല്ല, വെള്ളം അപകടമല്ല. വെള്ളത്തിലും മണ്ണിലുമെല്ലാം കുട്ടികൾ ഇടപെട്ട് ടച്ച് ചെയ്ത് എന്ത് ചെയ്യണം? കുട്ടികൾ വളരണം. അതാണ് കുഞ്ഞിൻ്റെ സ്കിന്നിനാവശ്യം, ശരീരത്തിനാവശ്യം. കുഞ്ഞിനെ ഓരോ സമയത്തും അവസരങ്ങൾ നൽകി 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 വളർത്തണം. 2 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളറുകൾ പഠിപ്പിച്ച് ശീലിക്കണം. സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് മനുഷ്യകുലത്തിലെ ഏറ്റവും വലിയ നേതാവായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല പദമാണ് മുഹമ്മദ്, ഏറ്റവും നല്ല മനുഷ്യനാണ് മുഹമ്മദ്, ഏറ്റവും വലിയ മാതൃകയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. ആ പേര് പറയണം, പാടണം. ബാപ്പ ആരാണ്? ഉമ്മ ആരാണ്? ജനിച്ചതെവിടെ? വഫാത്ത് എവിടെ? നബിതങ്ങളുടെ ആ ജീവിതത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തിനനുസരിച്ച് പറഞ്ഞും പാടിയും കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ മക്കളെ വളർത്തണം. മക്കൾക്ക് ഷേപ്പുകൾ പഠിപ്പിക്കണം. ദയവായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നേരത്തെ ചില പ്രേതങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ ആ പ്രേതം കളയണം. ചിലപ്പോൾ ഞാൻ പറയാണ്, സതേ എന്താ പഠിപ്പിക്കേണ്ടത്? 2-ാം വയസ്സിൽ 2 കളർ പഠിപ്പിക്കണം. ഏതൊക്കെയാ കളറ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ സമയത്ത് ഉമ്മ പറയും, ഓക്കെ, ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. എങ്ങനെ പഠിപ്പിക്കുന്നത്? ഇതേതാ കളറ്? ഇത് ബ്ലാക്ക്. ഇത് പോയിട്ടോ, ഇത് ബ്ലാക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം ഫോർ എക്സാമ്പിൾ ഇതെടുക്കുകയാണ്. ഇതേതാ കളറ്? ഇത് വൈറ്റ്. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി പറയൂ, ഇതേതാ കളറ്? ദയവായിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ഇന്ന് വൈറ്റ് പഠിപ്പിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഇന്ന് നിങ്ങൾ വൈറ്റ് ഒരു കളർ കാണിച്ചു. ഈ കളർ ഏതാണ്? ഇത് വൈറ്റ്, വെള്ളയാണ്, പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഉമ്മ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നത് നല്ല വൈറ്റ് കളറിലുള്ള നിസ്കാരക്കുപ്പായം. ഉമ്മ പറയുന്നു, മോളെ ഇതേതാ കളർ എന്നറിയോ? ഇതാണ് വൈറ്റ്, വെളുപ്പ്. ആ ഉമ്മ കുറച്ച് കഴിഞ്ഞു, ഉപ്പയുടെ നല്ല പുതിയ ബനിയനുണ്ട്. ആ ബനിയൻ അലക്കിയിട്ടിരിക്കുകയാണ് അയലിൽ. ഇതേതാ കളറ്? വെളുപ്പ്. എത്ര സീനായി? 3 ഘട്ടങ്ങളിൽ നിങ്ങൾ വെളുപ്പ് എന്ന കളർ പഠിപ്പിച്ചു. ഇനി നിങ്ങൾ അടുത്ത ദിവസം ഈ കുട്ടിയെ അയലിൽ കുറേ ഡ്രസ്സുകളുണ്ട്. അതിൽ വെളുപ്പുണ്ട്, കറുപ്പുണ്ട്, പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, പല കളറുണ്ട്. ആ കളറിൽ കുട്ടിയോട് ചോദിക്കുന്നു, ഏതാണ് വെളുപ്പ്? ആ കുട്ടി വെളുപ്പ് തൊട്ട് കാണിച്ചാൽ കുട്ടിയെ ഹഗ് ചെയ്യണം, കുട്ടിക്ക് മുത്തം കൊടുക്കണം, കുട്ടിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം, കുട്ടിക്ക് തമ്പ് കൊടുക്കണം. ഇങ്ങനെ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യണം. ഇനി കുട്ടി എന്ത് ചെയ്തു എന്നറിയോ? വേറെ ഒരു കളർ കാണിച്ചിട്ട് ഇത് വെളുപ്പ് എന്ന് പറഞ്ഞു. അല്ല മോയന്തെ, നിനക്ക് അറിയില്ലേ ഞാൻ എത്ര ഉഷാറായിട്ട് ഇന്നലെ പഠിപ്പിച്ചു തന്നതാ എന്ന് ദയവായിട്ട് ചോദിക്കരുത്. അതല്ല, നീ മറന്നോ? അങ്ങനെ ചോദിക്കരുത്. ആശങ്കയോടെ കൈകാര്യം ചെയ്യാതെ റിപ്പീറ്റഡായി ഒരു കളർ പറഞ്ഞു. ആ കളർ എവിടെ കണ്ടാലും കുട്ടി തിരിച്ചറിയുന്നു. തിരിച്ചറിഞ്ഞാൽ മതി. എന്ത് വേണ്ടതില്ല? കുട്ടി പറയണം എന്നില്ല. ഐഡന്റിഫൈങ്, മാച്ചിങ്, ഇങ്ങനെ ഒരു കളർ എവിടെ കണ്ടാലും തിരിച്ചറിയും വിധം ആയതിന് ശേഷം അടുത്ത കളർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 1, 2, 3 മാസങ്ങൾ എടുക്കാം. അങ്ങനെ എടുത്തതിന് ശേഷം രണ്ടാമത് അടുത്ത 4 കളർ കൂടി പറയുന്നു. പ്രൈമറി കളേഴ്സ് പച്ച, ചുവപ്പ്, നീല, മഞ്ഞ. അപ്പൊ 6 കളറായി. അതിനുശേഷം അടുത്ത 3 കളർ കൂടി പറയുന്നു. ഗ്രേ, പർപ്പിൾ, വയലറ്റ് തുടങ്ങിയ 3 കളർ പറയുന്നു. ഇങ്ങനെ ഒരു 3 വയസ്സിനിടയിൽ 9 കളർ സമയമെടുത്ത് പഠിപ്പിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ചെറുതും വലുതും പഠിപ്പിക്കാം. ചെറുതും വലുതും. ഏതാണ് ചെറുത്, ഏതാണ് വലുത്? ഉദാഹരണത്തിന് ഞാൻ ഇത് കാണിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു എന്നറിയോ? ഇത് കാണിച്ചു. ഇതിലേതാണ് വലുത്, ഏതാണ് ചെറുത്? ഞാൻ പറയുന്നു, ഇത് വലുത്, ഇത് ചെറുത്. അണ്ടർസ്റ്റാൻഡ്? യെസ്. ഇതാണ് ഷേപ്പുകൾ, വലുപ്പവും ചെറുപ്പവും പഠിപ്പിക്കുക. വൃത്തം, ചതുരം പഠിപ്പിക്കുക. ഇതൊക്കെ സമയബന്ധിതമായി സമയമെടുത്ത് കുട്ടികളെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ നാം മക്കൾക്ക് സ്കില്ലുകൾ പഠിപ്പിച്ച് നൽകുകയാണ് വേണ്ടത്.
അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ വീട്ടിൽ വെച്ച് കൾച്ചർ പഠിപ്പിക്കണം. എങ്ങനെയാണ് കൾച്ചർ പഠിപ്പിക്കേണ്ടത്? ലൈഫിൽ ഒരിക്കലും കുട്ടിയെ ഷൗട്ട് ചെയ്യരുത്. ചെറിയ കുഞ്ഞ് കരയുമ്പോൾ, 3 വയസ്സുള്ള അല്ലെങ്കിൽ 6 മാസമുള്ള കുഞ്ഞ് കരയുമ്പോൾ ഉമ്മക്ക് ദേഷ്യം കത്തിപ്പടരുകയാണ്. കാരണം ഭർത്താവിനോട് സംസാരിച്ചതിൻ്റെ ദേഷ്യം, വീട്ടിൽ ഭർത്താവിൻ്റെ ഉമ്മയോടുള്ള ദേഷ്യം, ഇതെല്ലാം 6 മാസമായ കുഞ്ഞിനോട്. നിങ്ങളിങ്ങനെ ആകരുത്. ആയാൽ നിങ്ങൾ ഈ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ട ക്രൂരന്മാരുമായി മാറും. ദയവായി നിങ്ങൾ മക്കളെ ഷൗട്ട് ചെയ്യരുത്, മക്കളെ തെറി വിളിക്കരുത്, മക്കളെ നിങ്ങൾ കായികമായി നേരിടരുത്. നിങ്ങൾക്ക് പലിശ സഹിതം ദുനിയാവിൽ വെച്ച് കിട്ടും. ചെയ്യാൻ പാടില്ല. മക്കൾ കരയുമ്പോൾ എന്തു മനസ്സിലാക്കണം? വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടാവും. ഒന്ന്, ശാരീരിക ആവശ്യം, വിശപ്പ്, രോഗം, കുട്ടി കരയാണ്. മാനസിക ആവശ്യം, കുട്ടിക്ക് ആവശ്യമാണ് എപ്പോഴും മദർ ടച്ച്. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ യാദർശികമായി കടന്നു ചെല്ലുക. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ വളരെ ചെറിയ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ കുട്ടിയെ എടുത്തു, നെഞ്ചോട് ചേർത്ത് വെച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. ഈ കുട്ടിയുടെ ഉമ്മ എന്നോട് പറയുന്നു, അങ്ങനെ എടുക്കണ്ട, എടുത്താൽ അത് പതിവാകും, ഇത് തെറ്റായ ആശയമാണ്. ഒരു കുട്ടിക്ക് മദർ ടച്ചിങ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ നീഡാണത്. അവരുടെ മാനസികമായ ആവശ്യമാണത്. ആ ആവശ്യം നിർവഹിച്ചു കൊടുക്കണം സമയബന്ധിതമായി. ഇനി അല്ലാത്തൊരാവശ്യമുണ്ട്, അഭൗതികമായ ചില നീഡ്സ് ഉണ്ട്. കുട്ടിയുടെ ചുറ്റിലുമുള്ള ഡേർട്ടി എനർജികൾ, പഴയകാലത്ത് ചില പൈശാചിക ബുദ്ധിമുട്ടെന്ന് പറയും. ഈ ഡേർട്ടി എനർജി പരിസരത്ത് എവിടെയുണ്ടെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് അബ്സോർവ് ചെയ്യാൻ കഴിയുള്ള സാധ്യതയുള്ളതാണ് ചെറിയ കുഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥ. പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. കുട്ടികളെ തനിച്ച് ഒരു സ്ഥലത്ത് ദീർഘസമയം കിടത്തരുത്. കുട്ടിയിൽ ഡേർട്ടി എനർജിയുടെ പ്രസൻസ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തു വേണം? ഒരു ഉമ്മയുടെ മനസ്സിലെപ്പോഴും കുഞ്ഞുണ്ടാകണം. കുഞ്ഞിനെ ബെഡ്റൂമിലോ ഡൈനിങ് ഹാളിലോ കിടത്തിക്കഴിഞ്ഞാൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മയുടെ മനസ്സുകൊണ്ട് കണക്റ്റഡ് ആയിരിക്കണം കുഞ്ഞുമായിട്ട്. ആ കുഞ്ഞുണർന്നാൽ ഇവിടെ വേർസ് ഉണ്ടാകും, ഇവിടെ ടിം അടിക്കും. അതാണ് ഉമ്മ. ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റോടുകൂടെയാണ് നാം ഈ കുഞ്ഞുങ്ങളെ ലീഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ചോദിക്കാനുള്ള സമയത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിനിടയിൽ ഇനിയും ചോദിക്കാം. ഒരു 10-15 മിനിറ്റെങ്കിലും ഇനിയും അവശേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ചോദിക്കാനുള്ള സമയം ഞാൻ വീണ്ടും, നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. മൈക്ക് ഇവിടെ ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഒന്നുകൂടി പറയാം. മുതിരുന്ന സമയത്ത് എന്ത് ചെയ്യണം? കുട്ടികൾ മുതിർന്നു വരുമ്പോൾ എൻ്റെ ഇടയ്ക്കൊരു കാര്യം കൂടെ പറയാം. സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളെ ദയവായിട്ട് വീട്ടിൽ നിന്ന് അധ്യാപകർ പഠിപ്പിക്കരുത്. പഠിക്കാൻ സപ്പോർട്ട് ചെയ്യുകയേ ചെയ്യാവൂ. ഇനി ഏതെങ്കിലും അധ്യാപകർ നിങ്ങൾ പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകണം. അതായത് അധ്യാപകർ വീട്ടിൽ നിന്ന് രക്ഷിതാക്കളോട് പഠിപ്പിക്കണം എന്ന് പറയാൻ പാടില്ല. അത് തെറ്റാണ്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ തെറ്റായ ഏർപ്പാടാണത്. എന്തു വേണം? പഠിക്കാൻ സപ്പോർട്ട് ചെയ്യണം. എന്താണ് ഇന്ന് പഠിച്ചതെന്ന് രക്ഷിതാക്കൾ അറിയണം. നല്ലതാണ്, നല്ല രീതിയാണ്. അത് എങ്ങനെയാണ് മക്കൾ പഠിക്കലെന്നറിയണം. എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നറിയണം. പഠിപ്പിക്കുന്ന കാര്യം ദയവായിട്ട് രക്ഷിതാക്കൾ ഏറ്റെടുക്കരുത്. ഞാൻ ചെറിയ സംഭവം പറയാം, പെട്ടെന്ന് മനസ്സിലാകാം. ഒരു സെൻറ്റർ എൻ്റെ കൂടെ ഒരു അധ്യാപകൻ, 1ാം ക്ലാസ് പഠിപ്പിക്കുന്ന അധ്യാപകൻ, നല്ല അധ്യാപകൻ. അദ്ദേഹത്തോട് രക്ഷിതാവ് പറയുന്നു, സതേ എൻ്റെ കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കുന്നില്ല. ഞാൻ ഈ അധ്യാപകനോട് ചോദിച്ചു, കുട്ടി പഠിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഏത് പാഠമാണ് ഇപ്പോൾ ഉള്ളത്? ഇന്ന പാഠമാണുള്ളത്. ആ പാഠം പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു, അടുത്ത ദിവസം നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് ഈ കുട്ടി വായിക്കുന്നത്, എഴുതുന്നത് വീഡിയോ എടുക്കണം. എന്നിട്ട് ഈ കുട്ടിക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ കുട്ടി രക്ഷിതാവിനെ വിളിക്കണം. രക്ഷിതാവിനോട് ചോദിക്കണം, ഈ കുട്ടി പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു? അപ്പോൾ ഈ രക്ഷിതാവ് പറഞ്ഞു, വീട്ടിൽ നിന്ന് വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടിയോട് ചോദിക്കാൻ പറഞ്ഞു, മോനെ എന്താ നീ വീട്ടിൽ നിന്ന് പഠിക്കാത്തത്? ഉമ്മ പറയുന്നുണ്ടല്ലോ. അതിന് കുട്ടിയുടെ ഉത്തരം എന്താണെന്നറിയോ? സദാ അതിനകത്തുള്ള പഠിക്കാൻ സമ്മതിക്കണ്ടേ? എന്തേ മോനെ?
ഇത് ബെൽറ്റ് പിടിച്ചിങ്ങനെ നിൽക്കുകയും തല്ലുകയും ചെയ്യല്ലേ. ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ പഠിക്കാൻ മൂടുണ്ടാവില്ല. അപ്പോൾ ഈ ഉമ്മയോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കുട്ടിയെ തല്ലാറുണ്ടോ? ഇല്ല, ഞാൻ ബെൽറ്റ് ഇങ്ങനെ പിടിക്കാറേ ഉള്ളൂ. അപ്പോൾ മൂത്ത കുട്ടി 2ാം ക്ലാസ് ഓടി വന്നിട്ട് പറഞ്ഞു, അല്ല ഉസ്താദേ, തല്ലലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ദയവായിട്ട് പഠിപ്പിക്കരുത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. ആ പണി അധ്യാപകർ ചെയ്യട്ടെ. മക്കളെ ശല്യം ചെയ്യരുത്, മക്കളെ വെറുപ്പിക്കരുത്. മക്കൾ ഇപ്പോൾ എവിടെയെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അവഗണിക്കരുത്. ആയിക്കോട്ടെ എന്ന് വെക്കരുത്, പരിഹരിക്കണം. പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്? ജോയിൻ്റായി പരസ്പരം ജോയിൻ ആയിട്ടാണ് ചെയ്യേണ്ടത്. അധ്യാപകരും നിങ്ങളും തമ്മിൽ യോജിച്ച് മൂവ് ചെയ്യണം. അല്ലാതെ രക്ഷിതാക്കൾ സ്വന്തം പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് അപകടമാണ്, അത് ശരിയായ റൂട്ടല്ല. ഇനി മുതിർന്നു വരുമ്പോൾ 8, 9, 10 ക്ലാസ്സിലെത്തുമ്പോൾ മക്കളെ പറ്റി പരാതി. നേരത്തെ നല്ല ഉഷാറുള്ള കുട്ടിയായിരുന്നു ഉസ്താദെ എന്ന് പറഞ്ഞാൽ, ഈ നേഴ്സ് ഇഞ്ചക്ഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് പരുത്തിയെടുക്കും, പഞ്ഞിയെടുക്കും. കണ്ടിട്ടില്ലേ? വലിയ പഞ്ഞി എടുക്കുമ്പോൾ മനസ്സിലാക്കണം കുത്തുന്ന സൂചി വലുതാണ് എന്ന്. കുട്ടി നേരത്തെ ഉഷാറാണെന്ന് പറയുന്നതെങ്കിൽ ഇപ്പോൾ അത്രയും മോശമാണെന്ന് പറയാനാണ് കുട്ടി നേരത്തെ ഉഷാറാണെന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് പറയാമെന്നറിയോ? 9, 10 ഈ ക്ലാസ് എത്തുമ്പോഴാണ്. എവിടെയാണ് പിഴക്കുന്നത്? ഈ 8, 9, 10 +1, +2 ക്ലാസ്സുകളിൽ എത്തുമ്പോൾ കുട്ടികളിൽ പൗരുഷവും സ്ത്രൈണതയും സ്ത്രീത്വവും പുരുഷത്വവും വളർന്നു വരുന്നൊരു സമയമാണത്. ഈ സമയം അവരോട് അവരെ മനസ്സിലാക്കി പെരുമാറാനുള്ള പക്വതയും ജൈവിക ബോധവും നമുക്കുണ്ടാകണം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, ആൺകുട്ടിക്ക്, തൻ്റെ എതിർലിംഗത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയോട് പ്രത്യേകമായൊരു താല്പര്യമോ ഇഷ്ടമോ തോന്നുന്നത് അതൊരു ബയോളജിക്കൽ മൂവ്മെൻ്റാണ്, അതൊരു ജൈവികതയാണ്. അത് ഭയങ്കര രോഗമല്ല, ഡിസോർഡറല്ല. പക്ഷേ അങ്ങനെ താല്പര്യം തോന്നിയാൽ എങ്ങനെയാണത് മാനേജ് ചെയ്യേണ്ടത് എന്ന് പാരൻറ്റും അധ്യാപകരും അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ വളർത്തണം. അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്, അവർക്ക് എന്ത് അനർത്ഥങ്ങൾക്കും പെർമിഷൻ കൊടുക്കുന്നവരുമാകരുത്. അത് പ്രായം അതല്ലേ, കുഴപ്പമില്ല എന്ന് പറയുന്ന ബുദ്ധിശൂന്യർ ആകരുത് ഒരു രക്ഷിതാവ്. ജൈവികതയെ ഉൾക്കൊള്ളണം. ജൈവികതയുടെ സാധ്യതകൾ ബയോളജി എല്ലാവരും പഠിക്കുന്നു. ഈ പഠിച്ചിട്ട് ഒരു മെഡിക്കൽ സയൻസ് പറയുന്നു, എന്താണ്, ഒരു ആൺകുട്ടിക്ക് 14, 15, 16 വയസ്സാകുന്ന സമയത്ത് ഈ ഒരു പ്രോസസ് അവൻ്റെ ബയോളജിക്കലായ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകേണ്ട ചേഞ്ചസ് അത് പോസിബിൾ ആണ്, സാധ്യമാണ് എന്ന് പറയുന്നു. എന്നിട്ട് അവന് എതിർലിംഗത്തോട് ഒന്നിച്ചിരുന്നാൽ യാതൊരു അസാംഗത്യവും ഉണ്ടാവില്ല എന്ന് പറയുന്നത് ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല സുഖമാണെന്ന് പറയുന്ന അശാന്തിയുടെ നിലപാടാണ്, ഉത്തരവാദിത്വം ഇല്ലായ്മയുടെ നിലപാടാണ്. അത് പറയരുത്, അത് ശരിയല്ല. പക്ഷേ അതൊരു അവിശ്വാസമല്ല, അതൊരു നിലവാരമാണ്. പരസ്പരം പാലിക്കേണ്ട അതിരുകൾ പാലിക്കുന്നത് നിലവാരമാണ്, അതൊരു നിലപാടാണ്, അതൊരു അന്തസ്സത്തയാണ്. അത് വിശ്വാസക്കുറവല്ല, അത് വിശ്വാസത്തോടു കൂടെ തന്നെ ചെയ്യുന്ന അതിർവരമ്പുകളെ അംഗീകരിക്കലാണ്. ഒരു പെൺകുട്ടിക്ക് 8ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 9ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചില ഒറ്റപ്പെടലുകൾ കാണുന്നുവെങ്കിൽ അവിടെ ഒരു പാരന്റിന് ഇടപെടാൻ കഴിയണം. തൻ്റെ ക്ലാസ്സിലോ അല്ലാത്ത ഒരു ഇതിലോ ഉള്ള എതിർലിംഗത്തിൽപ്പെട്ട ഒരുത്തനുമായി മാതാവിൻ്റെ ഫോണിലോ പിതാവിൻ്റെ ഫോണിലോ സിസ്റ്ററുടെ ഫോണിലോ വെച്ച് ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാം ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ സാങ്കത്യവും അസാങ്കത്യവും തിരിച്ചറിയാനുള്ള ഇത്തിരി സാധനം തലയിൽ വേണം. ഇതില്ലാത്തത് ബുദ്ധിശൂന്യതയാണ്, നിലവാരക്കുറവാണ്, ബോധക്കുറവാണ്. അത് അന്തസ്സല്ല, അന്തസ്സിൻ്റെ കുറവാണ്, ന്യൂനതയാണ്, പോരായ്മയാണ്. ഇവിടെ ഈ അതിർവരമ്പുകളൊക്കെ ഉൾക്കൊണ്ട് മക്കളെ വളർത്തുന്നതാണ് ഒരു മാതാവിൻ്റെ യോഗ്യത, ഒരു പിതാവിൻ്റെ യോഗ്യത. അത് അവരവിശ്വസിക്കരുത്, എന്തു പറഞ്ഞാലും തള്ളിക്കളയുന്നവരാകരുത്. പകരം അവരോട് മനസ്സു തുറന്ന് സംസാരിക്കാനും തെറ്റായാലും ശരിയായാലും മാതാവും പിതാവും ഒന്നിച്ചു നിന്ന് പരിഹരിക്കുന്ന ഒരു നിലപാടും സമീപന രീതിയും നമുക്ക് വേണം. അപ്പോഴാണ് ഒരാൾ സുരക്ഷിതരാകുന്നത്. ഇത് ഈ നിലപാടിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം,
ഒരു 8, 9, 10 ക്ലാസ് ആകുന്ന സമയത്ത് മക്കളോട് അല്ല, അതിനു മുമ്പ് തന്നെ മക്കളോടുണ്ടാകേണ്ട നിലപാടുകളാണ് മക്കളോട് എല്ലാ ദിവസവും ഒരു കുറച്ച് സമയം ഒന്നിച്ചിരിക്കണം, ഒന്നിച്ചിരുന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കണം. ഫോർ എക്സാമ്പിൾ, നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ എന്തുള്ളത്? എൻ്റെ കുട്ടി SSLC പഠിക്കുന്നു, അവൻ്റെ ക്ലാസ്സിലെ എല്ലാവർക്കും സ്വന്തമായി ഫോണുണ്ട്. ഈ സ്വന്തമായി ഫോണുള്ള കുട്ടികൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ, ഒരു 10ാം ക്ലാസ്സുകാരൻ, ഒരു 10ാം ക്ലാസ്സുകാരി ഇൻസ്റ്റഗ്രാമിൽ ID സ്വന്തമായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിലവിൽ ഇപ്പോൾ ഉള്ള ലോകക്രമത്തെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ അതേക്കുറിച്ച് പറയാവുന്ന ഒരു രീതി, ഒരാൾ മുംബൈയിലെ റെഡ് സിറ്റിയിൽ പോയി, ചുവന്ന ചെരുവിൽ പോയി അവിടെ കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അസാംഗത്യം അവിടെയുണ്ടോ, അതൊക്കെ ഇതിലുമുണ്ട്. എന്താണ് ഒരു ഇൻസ്റ്റഗ്രാം ID ക്രിയേറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു 10ാം ക്ലാസ്സുകാരന് കിട്ടുന്ന കോഗ്നിറ്റീവ് ലെവൽ, വൈജ്ഞാനികമായി അല്ലെങ്കിൽ അവൻ്റെ നിലവാരത്തിൽ അവൻ എന്ത് അച്ചീവ് ചെയ്യുന്നു, എന്ത് നേട്ടം നേടുന്നു പറയാൻ പറ്റണം. ഫോൺ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഫോൺ യൂസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ ഒരു കഴിവുകേട് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ IITയിൽ പഠിക്കുന്ന 20-21 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ കുറേ സംശയങ്ങൾ ചോദിച്ചു. പലതിനും ആൻസർ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചോദിച്ചു, നിൻ്റെ മൊബൈൽ നമ്പർ എനിക്ക് തരൂ, ഞാൻ എൻ്റെ മൊബൈൽ നിനക്ക് തരാം, നമ്പർ തരാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. വൈ നോട്ട്? എന്തുകൊണ്ട് യൂസ് ചെയ്യാറില്ല? അവൻ ചോദിച്ചു, എനിക്ക് എന്തിന് ഫോൺ? അവൻ്റെ ചോദ്യം, ഞാൻ ചോദിച്ചു, നീ ഇപ്പം ദൂരെ യാത്ര ചെയ്യല്ലേ? എന്നോട് ചോദിച്ചു, അതിനെന്താ കുഴപ്പം? ഇന്നത്തെ കാലത്ത് എത്രയും അവൈലബിളാണ് യാത്രാ സൗകര്യങ്ങളും, യാത്രക്കിടയിൽ ആവശ്യമായ എന്ത് തരത്തിലുള്ള ഹെൽപ്പ് വേണമെങ്കിലും എല്ലായിടത്തും അവൈലബിളാണ്. പിന്നെ എന്തിന് ഫോൺ? ഞാനിങ്ങനെ ആലോചിച്ചു. ആൻസർ പറയാൻ ശ്രമിച്ചിട്ട് എനിക്ക് ആൻസർ പറയാൻ കഴിഞ്ഞില്ല. എന്തിന് ഫോൺ? ഞാൻ പറഞ്ഞ എല്ലാറ്റിനും അവൻ്റെ കയ്യിൽ ആൻസർ ഉണ്ട്. അവൻ ചോദിക്കുന്നത്, എന്തിനാണ് എനിക്ക് ഫോൺ? അവൻ എന്നോട് പറഞ്ഞത്, എൻ്റെ വളർച്ചയ്ക്ക് അത് ഉപകാരമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ യൂസ് ചെയ്യും. ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല, ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, കമ്മ്യൂണിക്കേഷന് എത്ര മാർഗമുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എത്ര പ്ലാറ്റ്ഫോം ഉണ്ട്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. പേഴ്സണലായി, ഇൻഡിവിജ്വലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതാണ് തലയിൽ ആൾപ്പാർപ്പുണ്ടെങ്കിലുള്ള സമീപന രീതി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് വളരെ ബഹുമാനപൂർവം, വളരെ ആദരവോടെ ഞാൻ എൻ്റെ മക്കളോടും കൂടി ഈ സംസാരത്തിനിടയിൽ പറയുന്നു, നിങ്ങൾ കഴിവുള്ളവരാകണം, ചിന്തയുള്ളവരാകണം. നിങ്ങളുടെ ഭാവിയിലെ നിങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത ഇമ്പൾസീവായി, ആവേശപ്പുറത്ത് എനിക്കൊരു 2 വീലർ, എനിക്കൊരു സ്വന്തമായി ഒരു ഡിവൈസ്, ഇത് വലിയ കഴിവാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഫൈൽ, നീ പരാജയപ്പെട്ടിരിക്കുന്നു. നീ എപ്പോഴാണ് ക്വാളിഫൈഡ് ആകുന്നത്? നീ ക്വാളിഫൈഡ് ആകുന്നത് നിന്റെ ഗുണമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ സ്വീകരിക്കുകയും, ഗുണമല്ല എന്ന് തോന്നുന്ന സമയത്ത് റിജക്റ്റ് ചെയ്യാനും അതിനെ മാറ്റി നിർത്താനുമുള്ള നിന്റെ ശേഷിയും നിന്റെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കാനുള്ള ശേഷിയുമാണ് നിന്റെ പവർ. നിനക്കതിന് കഴിയും എന്ന് വളരെ സ്നേഹപൂർവ്വം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളോടുകൂടി ഞാൻ ഈ സമയത്ത് ഒറ്റ വാക്ക് പറയുന്നു. രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, തെറ്റുകൾ പറയുമ്പോൾ, ഇപ്പോൾ കുട്ടി പറയാണ് എല്ലാവർക്കും ഫോണുണ്ടല്ലോ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എൻ്റെ മകനെ ഞാൻ +1 ഒരു റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിറ്റ് ചേർത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞു, ഭാര്യ ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മകൻ വിളിച്ചിരുന്നു. മകൻ പറഞ്ഞു, അവന് മാത്രമേ ഫോണില്ലാത്തുള്ളൂ, എല്ലാ കൂട്ടുകാരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലാവരുടെ കയ്യിലുള്ളത് ഐഫോണുമാണ്. അപ്പോൾ എനിക്കൊരു കുറച്ചിലാണ്. അപ്പോൾ ഭാര്യയുടെ കയ്യിൽ ഐഫോൺ ഉണ്ടായിരുന്നു. ഇവൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ കയ്യിലുള്ള ഐഫോൺ എനിക്ക് തന്നെ, ഞാൻ മാത്രം ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കുറഞ്ഞാൽ മോശമല്ലേ? അപ്പോൾ അല്ലെങ്കിൽ തന്നെ വിട്ടു നിൽക്കുന്ന സമയത്തൊരു പെയിൻ ഉണ്ടാവൂലേ സ്വാഭാവികമായും. അപ്പോൾ ഇതുകൂടി ആയപ്പോൾ ഭാര്യയ്ക്കൊരു വിഷമം. ഞാൻ പറഞ്ഞു, അത് ഞാൻ മാനേജ് ചെയ്യാം. ഞാൻ ക്ലാസ് ഇല്ലാത്ത ഒരു വെള്ളിയാഴ്ച രാവിലെ ക്യാമ്പസിലേക്ക് പോയി.
ക്യാമ്പസിൽ നിന്നും മോനെ വിളിച്ചു. മോനോട് ചോദിച്ചു, നമ്മൾ സംസാരിക്കില്ല, ഓക്കെ. ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് അവിടുത്തെ ഗാർഡനിലെ ഒരു സീറ്റിലിരുന്നു. ഞാൻ മോനോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ചോദിച്ചു, ഞാനൊരു കാര്യം സംസാരിക്കട്ടെ? ഓക്കെ. നിനക്ക് ഇപ്പോൾ ഫോൺ ഉപകാരം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിനക്കെന്താ തോന്നുന്നത്? ഉപകാരം ഉണ്ടോ? ഇനി അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, എന്താ പ്രശ്നം? എല്ലാവർക്കും ഫോൺ ഉണ്ടായിട്ട് എനിക്ക് മാത്രം ഫോൺ ഇല്ലാതിരിക്കുമ്പോൾ അവിടെ നിന്റെ ക്വാളിറ്റി, നിന്റെ യോഗ്യത നിനക്ക് നാളെയും ജീവിക്കണം. നാളെ എനിക്ക് അവൻ്റെ മുമ്പിൽ പറയാവുന്ന ഒന്നാണ്, ഞാൻ അബ്ദുൽ ഹക്കീം സഖാഫിയുടെ മകനാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നിനക്ക് വളരാൻ, അല്ല നിന്റെ വാപ്പയാണ് ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നിനക്ക് വളരാൻ നിനക്കിപ്പോൾ വേണ്ടത്, ഇവർക്കെല്ലാം ഫോൺ ഉണ്ടെങ്കിലും എനിക്കത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് തള്ളുന്നു എന്ന് തീരുമാനിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നാളെ നിൻ്റെതാണ്. അതല്ല, നീ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് ഒഴിവ് സമയങ്ങളിൽ ഒരു അധിക പുസ്തകം വായിക്കാൻ സമയം കിട്ടില്ല. ഞാൻ എൻ്റെ പഠന കാലയളവിൽ അൽഹംദുലില്ലാ എൻ്റെ ഉസ്താദുമാരുടെ മാർഗനിർദ്ദേശം കൊണ്ടും ആ ഉസ്താദുമാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ടും ഞാൻ ധാരാളം വായിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു യാത്രയിൽ ട്രെയിനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകം, ആ പുസ്തകം വായിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് ഞാൻ ട്രെയിനിൽ റിസർവ്ഡ് സീറ്റ് അറേഞ്ച് ചെയ്യുന്നത്. അത് വായിക്കാൻ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി എൻ്റെ ഉസ്താദ് അടുത്ത സീറ്റിൽ വന്നിരുന്നു. ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. കുറേ സമയം വായിച്ച് ഞാൻ അതിൻ്റെ ഇത് കൂട്ടിവെക്കുന്ന സമയത്താണ് അടുത്ത ആളെ കാണുന്നത്. അപ്പോൾ വളരെ പുഞ്ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു. എൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണം. ലൈഫിൽ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. ആ വായനയാണ് എനിക്കൊരുപാട് പുരോഗതി ഉണ്ടാക്കിയത്. ഞാൻ അന്ന് വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം ഒരു കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു കെമിസ്ട്രിയിലെ ഒരു PhD കാരൻ്റെ ഒരു പുസ്തകം, ഒരു റെഫറൻസ് ആയിരുന്നു. ആ പുസ്തകം വായിക്കാൻ കാരണം, ഞാൻ അന്ന് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് എനിക്ക് അനിവാര്യമായിരുന്നു. അത് വായിച്ചാലേ എനിക്ക് വേണ്ടതുപോലെ സംസാരിക്കാൻ കഴിയൂ എന്ന് വന്നപ്പോൾ ആണ് ഞാൻ ആ പുസ്തകം വാങ്ങി വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് വായിക്കാൻ സന്നദ്ധമാകണം. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, മോനെ, നിനക്ക് ആളായി വളരണമെങ്കിൽ എന്താണോ ഉപകാരം അതിനെല്ലാം ബാപ്പ കൂടെ ഉണ്ടാകും, ഞാൻ കൂടെ ഉണ്ടാകും. ഉപകാരമില്ലാത്തതിനെ മാറ്റിവെക്കാൻ നിനക്ക് കഴിയണം. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഈ വിശദീകരിച്ച വാചകങ്ങളൊന്നും അവിടെ ഇല്ല. ഈ പറഞ്ഞ വാക്കുകൾ മാത്രമേ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ മകനോട് ചോദിച്ചു, നിനക്ക് ഫോൺ വേണോ? വേണ്ട. നീ പ്രയാസപ്പെടുവോ? ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ട്. ഞാൻ അവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, അവനെ ഹഗ് ചെയ്തു. അവന് പിന്നെ ഫോണിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മുടെ മക്കളോട് ഇമ്പൾസീവായി അനാവശ്യമായി പദങ്ങൾ ഉപയോഗിക്കരുത്. അതായത്, നീ ഉള്ള പരീക്ഷ മുഴുവനും തോറ്റു, ഇനിയിപ്പോൾ ഫോണും കൂടെ വേണം നിനക്ക് എന്ന് ചോദിച്ചാൽ അത് അവനെ അപമാനിക്കരുത്. അവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. അവരോട് ആവേശപ്പുറത്ത് സംസാരിക്കുന്നതിന് പകരം അവരോട് വളരെ ഡീസൻ്റായിട്ട് സംസാരിക്കണം, നിലവാരത്തിൽ സംസാരിക്കണം. ഇങ്ങനെ ഇടപെട്ടാൽ മക്കളിൽ നല്ല മാറ്റം ഉണ്ടാകും, നല്ല പുരോഗതി ഉണ്ടാകും. പക്ഷേ ചിലയിടത്തൊക്കെ പ്രശ്നം സൃഷ്ടിക്കൽ എന്താണെന്നറിയാം? നമ്മുടെ സംസാരമാണ്. സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ് എന്ന ഒരു വാചകം ഒരു നല്ല ചിന്തകൻ്റെ പുസ്തകപ്പുറത്ത്, ചട്ടപ്പുറത്ത് എഴുതി വെച്ചതാണ് എനിക്ക് ഓർമ്മയാകുന്നത്. ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ അടുത്ത് ഞാനൊരു പുസ്തകം, തമാശകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകം തമാശകൾ വായിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിശൂന്യതയാണ്. അപ്പോൾ ഈ പുസ്തകം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനതിങ്ങനെ പകുതി പിടിച്ച് തുറന്നപ്പോൾ അതിലാദ്യം കണ്ടൊരു തമാശ ഉണ്ടായിരുന്നു. ആ തമാശ എനിക്ക് ഫലപ്പെട്ടു എന്ന് തോന്നി. അതെന്താ അറിയോ? അതിലുള്ളത് ഒരു ഭർത്താവ് ഭാര്യയെ ഡോക്ടറെ കാണിക്കാൻ പോകുന്നു. എന്താ കേസെന്നറിയോ? ഭാര്യ ബാത്റൂമിൽ വെച്ച് വഴുതി വീണു. അങ്ങനെ ടാപ്പിലും മുഖം തട്ടി ചുണ്ടുപൊട്ടി. അപ്പോൾ ഈ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്ന് കിടക്കാൻ പറഞ്ഞു. നോക്കിയിട്ട് പറഞ്ഞു,
ഒരു ചെറിയ സർജറി വേണ്ടി വരും. ഇയാളൊന്ന് ഞെട്ടി, പടച്ചോനെ കറഞ്ഞ സർജറിക്ക് 60 കൊടുത്തിട്ടേ ഉള്ളൂ, ഇനിയിപ്പോൾ അടുത്ത സർജറി വന്നു. അപ്പോൾ ഈ ഡോക്ടറോട് ചോദിച്ചു എത്ര ചിലവാകും? അത് 300 റുപ്യ ആകുള്ളൂ എന്ന് പറഞ്ഞു. ഇയാൾ 600 റുപ്യ എടുത്ത് ഡോക്ടർ മേശപ്പുറത്തിട്ട് വെച്ചിട്ട് പറഞ്ഞു, വേഗം ചെയ്തോ, രണ്ടും കൂട്ടിയിട്ട് തുന്നിയാൽ മതി. അപ്പം എന്താ വിഷയം? ഇയാളെ സ്വസ്ഥത കെടുത്തുന്നതാണ് ഈ സംസാരം. അങ്ങനെയാകരുത്. ഒരു ദിവസവും ഒരു ഡിഗ്രി പഠിക്കുന്ന 20-കാരൻ 19-കാരൻ അവനെ കൊണ്ടൊരു രക്ഷിതാവ് എൻ്റെ അടുത്ത് വന്നൊരു ഉമ്മ. ഈ ഉമ്മ പറഞ്ഞു, ഇവനെ കൊണ്ട് തോറ്റു, ഇവനിപ്പോൾ എപ്പോഴും ഡ്രഗ്സിൻ്റെ ആളെ കൂടെയാണ്, പലപ്പോഴും ഡ്രഗ്സ് കരിയറായിട്ട് പിടിക്കപ്പെടുന്നു, ആകെ പ്രശ്നമാണ്, ലൈഫ് ആകെ പ്രശ്നമാണ്, എന്ത് ചെയ്യണം? അങ്ങനെ ഞാൻ ഇവരെങ്ങനെ ചോദിച്ചു, ഓരോ കേസ് സ്റ്റഡീസും ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, പരിഹാരം ഉണ്ടാക്കാം. ഇന്നു മുതൽ നിങ്ങൾ മകനോട് സംസാരിക്കാൻ പാടില്ല ഒന്നും. ഓക്കെ പറഞ്ഞു. വീണ്ടും പറഞ്ഞു. ഞാൻ 3 തവണ പറഞ്ഞു അവരോട്. 3 തവണ പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറയണ്ടേ? 19 വയസ്സുകാരനോട് ഭക്ഷണം കഴിക്കാൻ പറയണമെന്ന് ചിന്തിക്കുന്ന ഉമ്മക്ക് എവിടെയാണ് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ തീരുമാനമായി. ഇവൻ്റെ പ്രശ്നം എന്താണ്? എല്ലാ ദിവസവും പകൽ ഫുൾ സമയവും അവൻ ഫോൺ ഉപയോഗിച്ച് റൂമിൽ ഒറ്റയ്ക്കിരിക്കും. രാത്രിയായാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ ഇറങ്ങിപ്പോകും. 11 മണിക്ക് ശേഷം ഇറങ്ങിപ്പോയാൽ പാതിരാ സമയത്ത് അവൻ കയറി വരും. വീട്ടിലെന്നും ബഹളമാണ്, വീട്ടിലെന്നും പരാക്രമമാണ്. ഈ അടുത്തൊരു ദിവസം എൻ്റെ അടുത്ത് വരുന്നതിനോട് അടുത്ത് കുറച്ച് മുമ്പ് ഒരു ദിവസം ഇവനെ കോഴിക്കോട് പട്ടണത്തിലെ അറിയപ്പെട്ടൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ വെച്ച് വയലൻ്റായി ഹോസ്പിറ്റലിലെ വാതിലുകളൊക്കെ അടിച്ച് തകർത്തു, പിടിച്ച് ചങ്ങലൊക്കെ ഇട്ട് സഡേഷൻ കൊടുത്തു, കിടത്തേണ്ടി വന്നു കുറേ ദിവസം. അങ്ങനെയുള്ള ആളെക്കുറിച്ചാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് മുതൽ അവനോട് സംസാരിക്കാതിരിക്കും. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അവർ വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയൊക്കെ ഉണ്ട്? ഈ ഒരാഴ്ച പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. അടുത്തൊരാഴ്ച കഴിഞ്ഞു, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ കുറേ സ്വഭാവത്തിൽ മാറ്റം വന്ന് തുടങ്ങുന്നുണ്ട്. 3-ാമത്തെ ആഴ്ച വന്നു. 3-ാമത്തെ ആഴ്ച പറഞ്ഞു, ഈ ആഴ്ച പ്രശ്നം ഉണ്ടായി. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അമ്മാവൻ വീട്ടിൽ വന്നു. അമ്മാവൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കുറച്ച് മാറ്റം വരണം. പോയ സമയത്ത് ഞാൻ പറഞ്ഞു, കുറച്ചൊക്കെ അമ്മാവൻ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചൂടെ? അന്ന് തന്നെ ഓൻ എന്ത് ചെയ്തു എന്നറിയോ? ഫ്രിഡ്ജ് തുറന്നിട്ട് എല്ലാം അടിച്ച് നശിപ്പിച്ചു. അപ്പോൾ എവിടെയാ പ്രശ്നം? എപ്പോഴും മക്കളെ കുറ്റപ്പെടുത്തി സംസാരിച്ച് ശീലിച്ചാൽ അവർ പെട്ടെന്ന് പ്രകോപിതരാകും. പ്രകോപിതരാകാനും നമ്മൾ തന്നെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. അതും കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്ത് നിർത്തി. ഒരു ദിവസം ഞാനിങ്ങനെ മലപ്പുറം ജില്ലയിലൂടെ ഒരു യാത്രയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറിയ ഉടനെ അവിടെയുള്ള ഒരു 2.5 വയസ്സുകാരനായ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ഒരു പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? എന്തിനും അട്ടഹസിക്കുക, ബഹളം വെക്കുക. ഞാൻ ആകെ അങ്കലാപ്പിലായി. കാരണം 2.5 വയസ്സുകാരനെ ഞാൻ എന്തു പറഞ്ഞു പഠിപ്പിക്കണം? നിമിഷങ്ങൾ അധികം കഴിയുന്നതിന് മുമ്പ് ക്യാൻസർ കിട്ടി. എന്താ ക്യാൻസർ? ഈ കുട്ടി ഒരു കളിപ്പാട്ടവുമായി അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ കുട്ടിയുടെ വല്യപ്പ അഥവാ എന്നോട് സംസാരിച്ചിരുന്ന ആള് കുട്ടിയുടെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം പിടിച്ചു വാങ്ങുന്നു. തമാശ രൂപേണ പിടിച്ചു വാങ്ങുന്നു. കുട്ടി ആ കളിപ്പാട്ടം തിരിച്ചു കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. വല്യപ്പ വീണ്ടും അത് വലിച്ചു കളയുന്നു. 2-3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ കുട്ടി ബഹളം വെച്ചപ്പോൾ കുട്ടിക്ക് കളിപ്പാട്ടം കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഈ എടുത്ത പരിപാടിയില്ലേ, അഥവാ സൈക്കോളജിക്കലായി അട്ടഹസിക്കാൻ പഠിപ്പിക്കുക, ഇതൊന്നും നിർത്തിയാൽ മതി. അഥവാ മക്കളെ പ്രകോപിതരാകാൻ പഠിപ്പിക്കുന്നത് നമ്മളാണ്. ഈ സൈക്കോളജിക്കൽ ടീച്ചിങ് നിർത്തിയാൽ പ്രശ്നം തീർന്നു. അതിന് വെറുതെ വേറെ എവിടെയും പോയി മരുന്ന് തിരയണ്ട. കുട്ടികളിൽ എന്തൊക്കെ അസാംഗത്യങ്ങളുണ്ടോ ഈ അസാംഗത്യങ്ങൾ പാരൻസിൽ നിന്നല്ലാതെ വരികയില്ല എന്നതാണൊരു പരമസത്യം. ഇത് ഉൾക്കൊണ്ടാൽ പ്രശ്നങ്ങൾ അവസാനിക്കും. നമുക്കും നമ്മുടെ മക്കളെ സന്തോഷപൂർവ്വം നയിക്കാനും നല്ല ഭാവിയുള്ള, നല്ല കഴിവുറ്റ, ആത്മീയതയുള്ള, ഭൗതികമായ എല്ലാ വളർച്ചയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ ഉയർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ടായ ആ സംഭവം തന്നെ ചോദ്യത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. ചോദ്യം, നമ്മളെ ഫാമിലി സിറ്റുവേഷനിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടുന്നത് ഫലപ്പെടുന്നില്ല. എങ്ങനെ ഫലപ്പെടുത്താം അല്ലേ? അതിനെ നിങ്ങൾ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. ഏത് പ്രശ്നമാണ് നിങ്ങളെ അലട്ടുന്നത്, സംഭവിച്ചത് എന്താണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആൻസർ പറയാൻ എളുപ്പമാണ്.
കുട്ടി കരയുണ്ടാവും, കരയും. അപ്പൊ അങ്ങനെ പല സാധനങ്ങളായിരുന്നു തരില്ലാതെല്ലാം പറയും. അത് വീട്ടിൽ പോയി വരുന്നുണ്ട്. എനിക്കൊരു മോളുണ്ട്, അനിയന്റെ 2 കുട്ടികളുണ്ട്. പിന്നീട് അവരത് ആവർത്തിക്കും ഇവർ ചെയ്യുന്നത്. തമാശ പോലെ ചെയ്യുന്നതാണ്, പക്ഷെ കുട്ടിയുടെ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നു. ഇപ്പോഴാണ് അത് ക്ലിയർ ആയത്. ശരിക്കും നമ്മളിപ്പോൾ 3 ഫാമിലിയൊക്കെ ഉള്ള ഒരു വീടാകുമ്പോൾ നമുക്ക് പൊതുവേ ഗ്രാൻഡ് പാരൻസൊക്കെ ആകുമ്പോൾ അവരോട് പറയുന്നതിന് ചെറിയ പരിമിതികളുണ്ടാവും. കാരണം അവരോട് നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. കുട്ടിയോട് ഈ വല്യുപ്പയെ അല്ലെങ്കിൽ വലിയുമ്മയെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെ അവഗണിക്കണം, അവർ ചെയ്ത മോശമാണെന്ന് പറഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പാനയുടെ മോഡ് പെർമനൻ്റ് മോഡാണ്. അത്ര ഗ്രാവിറ്റി, അത്ര കടുപ്പം മറ്റാരുടെ പേനയുടെ ഇങ്കിനും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരയ്ക്കുന്ന വര ശക്തമായി വരച്ചാൽ ബാക്കിയുള്ളതൊക്കെ മാഞ്ഞു പോകും. എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി പറയാം. ഈ കുട്ടിയെ, അതായത് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും നിങ്ങൾ ക്വാളിറ്റി ടൈം കൊടുത്ത് വളർത്തണം. അഥവാ ഇടയ്ക്ക് നിങ്ങൾ ചേർത്ത് പിടിച്ച് ഒന്നിച്ചിരുത്തി ആ കുട്ടിയോട് ആ കുട്ടിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കണം. ഫോർ എക്സാമ്പിൾ, വല്യുപ്പ ഒരു സാധനം കൊടുക്കാതെ നിനക്ക് തരില്ല എന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചു. കുട്ടിക്ക് അത് തമാശയല്ല. കുട്ടിക്ക് നല്ലൊരു ശതമാനം, ഒരു 70-80% കുട്ടിക്ക് അത് പാനിക്കാണ്, വേദനിപ്പിക്കുന്നതാണ്. അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ കുട്ടിയെ അനുഭവിക്കുമ്പോൾ ഈ പാരന്റ് ആ സമയത്ത് ഇടപെടരുത്. അതൊരു കോൺഫ്ലിക്റ്റ് മോഡാണ്, ഒരു തർക്ക സമയമാണ്. തർക്ക സമയത്ത് ഇടപെടരുത്. അല്ലാത്തൊരു സമയത്ത് ഈ കുട്ടിയെ കുറച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി വെന്റിലേറ്റ് ചെയ്യാൻ വരും. മെസ്സി അല്ലെങ്കിൽ ഉമ്മ എന്നെ വല്യപ്പ ഇങ്ങനെ ചെയ്ത് കളഞ്ഞു എന്ന് പറയാൻ വരും. അപ്പം നിങ്ങൾ ശ്രദ്ധയോടെ കണച്ചു കൂട്ടി പിടിച്ചാൽ മാത്രം മതി. അങ്ങനെ ചെയ്തോ എന്ന് മാത്രമേ പറയാവൂ. നെഗറ്റീവ് വേണ്ട, കൂടുതൽ പോസിറ്റീവും വേണ്ട. നോർമലി ആ കുട്ടിയെ കേൾക്കുക, കുട്ടിയുടെ പക്ഷം നിന്ന് കേൾക്കുക. ഇൻറ്റൻഷൻ ബേസ്ഡ് ലിസണിങ്. കുട്ടി പറയുന്ന അർത്ഥത്തിൽ കുട്ടിയെ കേട്ടാൽ മാത്രം മതി. കുട്ടി കുറഞ്ഞ കാലം കഴിയുമ്പോൾ കുട്ടി അത് മാനേജ് ചെയ്യുന്നത് കാണാം. ഒരു 2-3 മാസം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ ഇത്തരം സിറ്റുവേഷൻസ് എന്ത് ചെയ്യുന്നത് കാണാം, കുട്ടി സ്വയം മാനേജ് ചെയ്യുന്നത് കാണാം. ഇത്രയേ ആവശ്യമുള്ളൂ. വയലൻ്റ് ആകരുത്, നിങ്ങൾക്ക് ഇമോഷൻ കയറരുത്. ഞാനൊരു അനുഭവം പറയാം, അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഈ അടുത്ത് ഞാനിങ്ങനെ ഈ സെഷൻ കൈകാര്യം ചെയ്യുമ്പോൾ അറിയപ്പെട്ട നല്ല ഒരു പണ്ഡിതൻ, നല്ല അധ്യാപകൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏകദേശം അദ്ദേഹത്തിൻ്റെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നൊരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഉസ്താദേ എനിക്കൊരു പ്രതിസന്ധിയുണ്ട്, ഞാനത് ഇത്രയും കാലം മറച്ചു വെക്കായിരുന്നു, പറഞ്ഞിട്ട് എന്താ ചെയ്യുക, പരിഹാരം ഇല്ലാത്തതാണ്. എന്തുകൊണ്ടാണ്? എൻ്റെ ബാപ്പ, എൻ്റെ ഫാദർ, അവർ അൺഎഡ്യൂക്കേറ്റഡാണ്, ക്ഷിപ്രക്കോപിയാണ്, മൂക്കുമലാന്ന ശുണ്ടി എന്ന് പറയും നമ്മളെ ഏരിയയിലൊക്കെ, മനസ്സിലാവില്ലേ? പെട്ടെന്ന് ക്ഷോഭിക്കും. ഈ ചെറിയ കുഞ്ഞിനെയൊക്കെ നിസ്സാര കാര്യത്തിന് വാപ്പ തല്ലും, തലമണ്ടൊക്കെ ഇട്ട് കൊടുക്കും. ഒരു ദിവസം എൻ്റെ ചെറിയ മോനെ വാപ്പ തല്ലാണ്. എന്തിനാ തല്ലുന്നത് എന്നറിയോ? മോന് യൂറിനൈസ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിൽ പോയി, ക്ലോസറ്റിൽ പോയി. ക്ലോസറ്റിൽ ഈ കുട്ടി കയറി ഇരിക്കുന്ന സമയത്ത് ഈ ക്ലോസറ്റിൻ്റെ ഇതിൻ്റെ മുകളിൽ ചവിട്ടി. ആ ചവിട്ടിയ കാലിൻ്റെ അഴുക്കടയാളം ഇതിൻ്റെ മുകളിലുണ്ട്. ബെഡ്റൂമിലല്ല, ക്ലോസറ്റിലെ ഇതിൻ്റെ മുകളിൽ. ഈ കാൽപാദത്തിലുള്ള അഴുക്കിൻ്റെ കലയുടെ പേരിലാണ് മകനെ ഒന്ന് തല്ലി, രണ്ടാമത് തല്ലുമ്പോൾ ഞാൻ വാപ്പൻ്റെ കൈ പിടിച്ചു. എങ്ങനെ ഇത് കണ്ടു നിൽക്കുക? വാപ്പച്ചി തല്ലണ്ട, പറയാം എന്ന് ഞാൻ പറയേണ്ടി വന്നു. അത് വാപ്പക്ക് ഭയങ്കര ഷോക്കുമായിപ്പോയി. എന്ത് ചെയ്യും? ഇത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അഥവാ പിടിക്കുകയാണെങ്കിൽ 2 കാര്യമാണുള്ളത്. ഒന്ന്, നിങ്ങൾ അഥവാ ആ കൈ പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ കൈ പിടിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് മകനോടുള്ള ഇഷ്ടം പോലെ പ്ലസ് അത്രയും കൂടെ ഇഷ്ടം ബാപ്പയോടുള്ളതിൻ്റെ പേരിലായിരിക്കണം ബാപ്പയുടെ കൈ പിടിക്കുന്നത്. അങ്ങനെ പിടിക്കാൻ പറ്റണം. അപ്പശി ഇത് വേണോ? അതേസമയം നിങ്ങൾ ആ പിടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻ, നിങ്ങൾ എന്തിന് എൻ്റെ മോനെ തല്ലുന്നു എന്ന അർത്ഥത്തിൽ കൈ പിടിച്ചാൽ അതൊരു ഓവർ ഡോസ് ലാംഗ്വേജ് ആണത്, ഓവർ ഡോസ് മെസ്സേജ് ആണത്. താങ്ങാൻ വാപ്പക്ക് കഴിയില്ല. 2, അപ്പം എന്ത് വേണ്ടതുള്ളൂ? സ്നേഹത്തോടെ ഒരു ആ പിടുത്തം പിടിച്ചിട്ട് അപ്പച്ചി എന്ന് പറഞ്ഞാൽ മതി.
രണ്ടാമത്തേത് തല്ല് കിട്ടിയിട്ട് കുട്ടി വരികയാണ്. ആ വരുന്ന സമയത്ത് ഈ കുട്ടിയേക്കാൾ ഡബിൾ പെയിൻ ഉണ്ടാർക്ക് പാപ്പക്ക് ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ആദ്യം ആ ഡോസ് കളയണം. എന്നിട്ട് മകനെ കേൾക്കണം, മോനെ എന്തു പറ്റി, പശി തല്ലിയോ അപ്പേ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഇമോഷൻ മനസ്സിലാക്കി കേട്ട് കുട്ടിയെ അണച്ചുകൂട്ടി കൂടെ നിന്നാൽ മതി. വേണമെങ്കിൽ ചോദിക്കാം, വലിയപ്പച്ചി തല്ലിയോ, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഇത്രയേ പാടുള്ളൂ. നിങ്ങൾ ഇമോഷണലാകാതെ നിങ്ങളൊരു കേൾവിക്കാരനാകാൻ നിങ്ങൾക്ക് പറ്റുമോ? ഈ സമീപനം നടത്തിയാൽ ഈ പ്രശ്നം പെട്ടെന്നില്ലാതാക്കാൻ കഴിയും. അതല്ല, നിങ്ങളും കൂടെ ഈ ഇമോഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ, നിങ്ങളും കൂടി ഈ വൈകാരികതയിൽ ഭാഗവാക്കായാൽ ഡേഞ്ചർ, അപകടമാണ്. ഇതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ചോദിക്കണേ? ഇനി ചോദിക്കട്ടെ? ഇനിയുണ്ടോ? ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ മതി. ടീച്ചേഴ്സ് നിങ്ങൾക്ക് മൈക്ക് തരും. ഞാൻ അതിവിശാലമായി സംസാരിക്കാത്തത് നിങ്ങൾക്ക് ഇടപെടാനുള്ള സമയം ഉണ്ടാകണമെന്ന് കരുതിയിട്ടാണ്. സാധാരണ 5-6 ഒക്കെ മണിക്കൂർ എടുത്ത് സംസാരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ദീർഘമായി സംസാരിച്ചാൽ അത് നിങ്ങളെ മടുപ്പിക്കും. അതൊരു ചെയ്യാൻ പാടില്ലാത്തൊരു രീതിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാത്രമല്ല, ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു രസകരമായ ഉത്തരവും ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ആളുകൾ അക്ഷരം ചെയ്യാൻ ശ്രമിക്കണം. സ്നേഹത്തോടെ ജോലിക്ക് പോണത് ഫോൺ കൊടുത്തിട്ടുണ്ട്, വിളിക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാന് ഫോണ് കൊടുക്കാതിരിക്കുന്നില്ല. ഇപ്പൊ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരു പ്രസന്റേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ സ്കൂളിൽ നിന്നുള്ള തന്നെയാണ്. അപ്പൊ നമ്മൾ അവിടെ സ്കൂൾ വിട്ടു വന്നതിന് ശേഷം മദ്രസൊക്കെ കട്ടിയിട്ടാണ് അവർക്ക് ഫ്രീ ആയി ടൈം കൊടുത്തതിന് ശേഷമാണ് പഠിപ്പിക്കുന്നത്. ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അത്ര പോലും ഞാൻ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ എത്ര ആദ്യമൊക്കെ നല്ല രീതിയിലെങ്ങനെ പറയുക, പക്ഷെ പറഞ്ഞ് പിന്നീട് ശ്രദ്ധിക്കാതെ പല ടൂൾസ് കയ്യിലുണ്ടാവും. എത്ര പറഞ്ഞാലും കോൺസെൻട്രേഷൻ വരില്ല. പക്ഷെ ഫോണിൽ നോക്കുന്ന സമയത്ത് നമ്മൾ അവളോട് എന്ത് പറഞ്ഞാലും ആൾക്ക് ഒന്നും കേൾക്കില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഫോണിൽ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പഠിപ്പിക്കുമ്പോ എത്ര ഞാൻ ശ്രമിച്ചിട്ടും മൈൻഡിൽ കയറും. പിന്നെ കോൺസെൻട്രേഷൻ തീരെ കിട്ടുന്നില്ല. പിന്നെ കുറെ ക്ഷമ കിട്ടുമ്പോൾ ഞാൻ ചീത്ത പോയൊക്കെ എനിക്ക് വരികയാണ്. അപ്പൊ അതിനെന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരാശയം നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കണം. ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന ഒരു പ്രശ്നം ഇല്ല. ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ കാണുന്ന ഈ മടി ഇതെന്താണ്? മറ്റേതോ ഒരു പ്രശ്നത്തിൻ്റെ ലക്ഷണമാണ്. ആ ലക്ഷണം കണ്ടെത്തിയിട്ട് ചികിത്സിക്കണം. വേറെ ഏത് പ്രശ്നമാണോ ആ പ്രശ്നം കണ്ടെത്തിയിട്ട് അത് ചികിത്സിക്കണം. ഇപ്പോൾ ഒരു കുട്ടി നമ്മുടെ കൂടെ പഠിക്കാൻ ഇരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് ആ സബ്ജക്റ്റിൽ ഒന്നുകിൽ അത് എന്തിന് പഠിക്കുന്നു എന്നറിയില്ല, അല്ലെങ്കിൽ അത് പഠിക്കാൻ ആവശ്യമായ പ്രാഥമികമായ ഇൻറ്റൻഷൻ, പ്രാഥമികമായ അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് അത് പഠിക്കാനിരിക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ദിവസം ഒരു പാരൻസ് മീറ്റിങ്ങിൽ ഒരു കുട്ടികളുടെ എൻ്റെ മകളുടെ മാർക്ക് ഇത് ചെയ്യാൻ വേണ്ടി, അതിന് പ്രോഗ്രസ് കാർഡിൽ സൈൻ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ നിന്ന് ടീച്ചേഴ്സ് മകളുടെ പഠനത്തെക്കുറിച്ച് ചില ഏരിയയിൽ വീക്കാണെന്ന് പറയാൻ വേണ്ടി എൻ്റെ കൂടെ ഇരിക്കുകയാണ്. അവരിയ്ക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ഇരിക്കുമോ, നമ്മൾ രണ്ടുപേരും ഇരിക്കാം. ഞാൻ അവിടുത്തെ PTA എക്സിക്യൂട്ടീവ് കൂടിയാണ്. അതുകൊണ്ട് എനിക്കതിൻ്റെ റെസ്പെക്റ്റ് തന്നിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ടീച്ചറും ഇരിക്കും, ഞാനും ഇരിക്കാം. ഇരുന്നതിന് ഞാൻ ശേഷം ചോദിച്ചു, ടീച്ചറെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ ചിലപ്പം തൃശ്ശൂരാണ് ഉണ്ടാകുക, ചിലപ്പോൾ മലപ്പുറത്താണ് ഉണ്ടാകുക, ചിലപ്പോൾ കോഴിക്കോട് ഉണ്ടാകാം, ചിലപ്പോൾ കാസർഗോഡ് ഉണ്ടാകാം, ഇവിടെയുള്ള ഞാൻ ശ്രദ്ധിപ്പിക്കണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ലോജിക്ക് ടീച്ചർക്ക് അറിയാമോ? അറിയില്ല. അപ്പം എവിടെയാണ് പ്രശ്നം? കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ മുമ്പിലിരുന്ന് പഠിക്കാൻ പറയുമ്പോൾ കുട്ടിക്ക് മൂഡില്ല എങ്കിൽ, താല്പര്യമില്ല എങ്കിൽ
നാം കണ്ടെത്തണം എവിടെയാണ് കുട്ടിയുടെ പ്രശ്നം. നമുക്കത് കണ്ടെത്താൻ അറിയില്ലെങ്കിൽ അതറിയാവുന്ന ഒരാളെ സമീപിച്ചിട്ട് എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെത്തണം. പ്രാഥമികമായി എനിക്ക് നൽകാൻ കഴിയുന്നൊരു നിർദ്ദേശം, ഏത് സബ്ജക്റ്റിലാണോ കുട്ടിക്ക് പ്രയാസമുള്ളത് എല്ലാ സബ്ജക്റ്റും ഒരുപോലെയാണോ? കമോൺ. സ്കൂളിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ പാരന്റ് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ മിസ്സുമാർക്ക് ഒരു കംപ്ലൈന്റും ആളെ കുറിച്ചില്ല. ക്ലാസ് ടോപ്പാണ്, ഫുൾ മാർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ വീട്ടിൽ ഞാൻ പഠിക്കാൻ എത്തുമ്പോഴാണ് ശ്രദ്ധ തീരില്ലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറ്. സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല അഭിപ്രായമാണ്. ഇവിടെ ചെയ്യേണ്ടത് കുട്ടിയോട് ആ സീനിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഉപേക്ഷിക്കുക. മറ്റൊരു സമയത്ത് കുട്ടിയോട് സമയം ചോദിക്കുക. മോളെ, എൻ്റെ കൂടെ മോൾക്ക് സമയം ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ? എപ്പോഴാണ് മോൾ വില്ലിങ് ആകുന്നത്? ആ ടൈമിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുക. ഒന്നിച്ചിരുന്നതിന് ശേഷം മോളോട് ചോദിക്കുക, മോൾക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ താല്പര്യം കാണാത്തത് എന്തുകൊണ്ടാണ്? ടീച്ചറോട് വിളിച്ചപ്പോൾ ടീച്ചർ പറയുന്നത് ഉഷാറാണ്, പക്ഷെ ഇവിടെ നിന്ന് മോൾ പഠിക്കാത്തത് എന്തുകൊണ്ടാണ്? എന്താ മോളുടെ പ്രശ്നം? ഞാൻ ഒരു ദിവസം ഒരു കുട്ടി ഇതുപോലത്തെ പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, ഞാൻ ഓൾറെഡി പഠിച്ചു. ആ പഠിച്ച കാര്യം ഇവിടെ വെച്ച് വീണ്ടും പഠിക്കാൻ പറയുമ്പോൾ എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആണത്, പ്രയാസമാണ്. അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. അറിയാവുന്നൊരു വിഷയം വീണ്ടും പഠിക്കണം എന്ന് പറയുന്നത് അസാംഗത്യം. ഇതങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയല്ല, നിങ്ങൾ ഉറപ്പ് വരുത്തണം. കുട്ടിയോട് മറ്റു ഒരു പ്രഷറബിൾ ഏരിയയും ഇല്ലാതെ, അഥവാ സമ്മർദ്ദം ചെലുത്തുന്ന വശങ്ങളൊന്നും ഇല്ലാതെ കുട്ടിയോട് സംസാരിക്കണം. എന്നിട്ട് ചോദിക്കണം, വാട്ട് യു ഹാവ് നൗ, റൈറ്റ് നൗ. ഇപ്പം നിനക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? പഠിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? പഠിക്കാൻ നീ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? ആ സമയത്ത് കുട്ടി പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് അതിനെ ഫോളോ ചെയ്താൽ മതിയാകും എന്നതാണ് പ്രാഥമികമായി എനിക്ക് പറയാവുന്നത്. ഇതിങ്ങനെ പറയേണ്ട ഒരു ആൻസർ അല്ല, വളരെ ഡീപ്പായി അസസ് ചെയ്ത് പറയേണ്ട മേഖലയാണ്. എന്നാലും ഒരു സദസ്സിൽ നിന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാവുന്ന പ്രാഥമിക ഉത്തരം ഇങ്ങനെയാണ്. റെഡി? ആർക്ക് വേണമെങ്കിലും ചോദിക്കട്ടോ. ഏത് തരത്തിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ സദസ്സ് നിങ്ങളുടെ അവകാശമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കത്തെ ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്ത് പറയുന്നു. പാരൻറ്റിങ് നമ്മുടെ മക്കളെ ഉന്നതരാക്കാൻ, അക്കാദമിക്കലി, മോറലി, സ്കിൽ എല്ലാ ഏരിയയിലും ഉന്നതരാക്കാൻ നാം ചെയ്യുന്നൊരു പ്രക്രിയയാണ് പാരൻറ്റിങ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപന രീതി സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ പ്രധാന അനുബന്ധമാണ് നിലപാടുകൾ. ശരികേടുകൾ ഉണ്ടാകുമ്പോൾ, തെറ്റുകൾ വരുമ്പോൾ ആ തെറ്റുകളുടെ മുമ്പിൽ നോ എന്ന് പറയാൻ, ഈ തെറ്റുകളുടെ കൂടെ ഉമ്മയില്ല, ഞാനില്ല എന്ന് പറയാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. അത് ഒരു രക്ഷിതാവിൻ്റെ പാരൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്, മർമ്മപ്രധാനമായ ഏരിയയാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ഇത് മാസങ്ങളെടുത്ത് പരിശീലിച്ച് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സാധിച്ചെടുക്കേണ്ട സംഗതിയാണ്. കുട്ടികൾ പഠിക്കേണ്ടത്, നല്ല മൂല്യങ്ങൾ വെച്ച് പുലർത്തേണ്ടത് ആരെയും ഭയപ്പെട്ടിട്ടല്ല. അതവരുടെ സ്വയം ഡിസിഷനായിരിക്കണം, സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ചെയ്യുന്നതായിരിക്കണം. അങ്ങനെ കഴിയും എന്നതാണ് ഒരു സത്യം. അത് തെളിയിക്കാനുള്ളതാണ് പാരൻറ്റിങ് പരിശീലനങ്ങൾ. എനിക്ക് 6, 4, 2 വയസ്സുള്ള കുട്ടികളാണ്. ഒരു 3 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും പല തരത്തിലുള്ള കണ്ടുപിടികളും കാര്യങ്ങളും ഉണ്ടാവും. ഈ പറഞ്ഞ നമ്മൾ പണിയുടെ ഇടയിലാണെങ്കിലും ഓരോരുത്തർ വാശി പിടിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പൊ ചില നേരത്തെ നമുക്ക് ദേഷ്യം സഹിക്കാൻ പറ്റില്ല. അപ്പൊ നല്ല അടി കിട്ടും, അടിച്ച് നല്ല അടി കിട്ടും. ചില നേരത്തെ ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അടി കിട്ടി പിന്നെ കുറച്ച് കഴിയുമ്പോൾ വലയ്ക്ക് അടിക്കേണ്ടത് നല്ല സങ്കടം വരും നമുക്ക്. അപ്പൊ മക്കളോട് സോറി ഒക്കെ പറഞ്ഞു. പക്ഷെ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ മക്കളെടുത്ത് എന്താ പറയുക, ചെറിയൊരു കാര്യത്തിലൊക്കെ ഞാൻ അടിക്കുക. അപ്പൊ അവര് മൂത്തോട് ചോദിക്കും, ഞാൻ എന്ത് കാട്ടിയിട്ട് നമുക്ക് എന്നെ അടിച്ചു ചോദിക്കും. ചിലപ്പോൾ ഇവര് തൊട്ട് കാണുന്ന കുട്ടികൾ എന്തെങ്കിലും കമ്മ കാട്ടിയ പ്രശ്നം നമ്മൾ വീടുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഈ മക്കളോട് കുറച്ചുകൂടെ സ്നേഹമായിട്ട് പെരുമാറാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു കാര്യം സ്നേഹം ഉണ്ട്, പക്ഷെ ചില നേരത്തെ നമുക്ക് അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാണുന്ന കുട്ടിയോട് നമ്മൾ കൂടുതൽ പ്രകടിപ്പിക്കും. അപ്പൊ മൂത്തോട് എന്നോട് ചോദിക്കും, എന്താ സ്നേഹം എന്നോടില്ലാത്തത്? പക്ഷെ ഞാൻ എനിക്ക് നല്ല സ്നേഹം ഉണ്ട് അവരോട്. പക്ഷെ അവർക്ക് പ്രകടിപ്പിക്കാൻ, അതായത് അവരോട് പ്രകടിപ്പിക്കുന്നത് അവർക്ക് മനസ്സിലാവില്ല. അതൊക്കെ ഒന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? നല്ല ചോദ്യം. അതിലെ ഒരു വശം, ഈ ചോദ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു വശം, ഒന്ന്
നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല, നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മുടെ മക്കളിട്ട് തല്ലിയൊക്കെ കഴിയുന്നു. തല്ലി കഴിഞ്ഞപ്പോൾ തോന്നുന്നു വേണ്ടിയില്ലായിരുന്നു അല്ലേ എന്ന്. എന്താണ് ചെയ്യേണ്ടത്? പരിശീലിക്കുകയാണ് ചെയ്യേണ്ടത്. പരിശീലനം അനിവാര്യമാണ്. ഇത് പരിശീലിക്കേണ്ട രീതി കണ്ടിന്യൂ പ്രോസസ്സാണത്. തുടർച്ചയായി ചെയ്യേണ്ട ഒരു നടപടിക്രിയയാണത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് 4 മാസം പാരൻറ്റിങ് കോഴ്സ് ചെയ്യാറുണ്ട്. ഹാപ്പി സോൺ ഓൺലൈനായിട്ടും ഫിസിക്കലായിട്ടും കോഴ്സുകൾ ചെയ്യാറുണ്ട്. ഇത്തരം ഇഷ്യൂസുകൾ പറയുന്നവർ ആഴ്ചയിൽ ഒരു തവണ ഒന്നിച്ചിരിക്കുക, ഈ ട്രെയിനറുടെ കൂടെ ഒന്നിച്ചിരിക്കുക, ഇത്തരം ഇഷ്യൂസ് പ്രസൻറ്റ് ചെയ്യുക. അവർ പറയാം, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം? അപ്പം നമ്മളത് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. അതിൻ്റെ ഓരോ പ്രാക്ടിക്കൽ ശൈലിയുണ്ട്. നമ്മളത് കേൾക്കും, മാർഗ്ഗനിർദ്ദേശം കൊടുക്കും. നെക്സ്റ്റ് വീക്കിൽ അതിൻ്റെ അടുത്ത ഭാഗം പറയും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അത് പരിഹരിക്കുക. അപ്പോൾ ഒരു 4 മാസമൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ പ്രശ്നമില്ല, ഇപ്പോൾ ദേഷ്യം വരുന്നില്ല, റാഹത്തായി എന്ന് പറയും. ഇതാണ് അതിൻ്റെ പ്രായോഗിക പരിഹാരം. ഞാൻ ഒരു സദസ്സിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് വേണ്ടതുപോലെ പരിഹാരം ആകൂല എന്നുള്ളത് കൊണ്ട് ഞാൻ വിശാലമായി അതിലേക്ക് കടക്കുന്നില്ല. എന്നാലും ഞാൻ ആകാവുന്നൊരു ഒറ്റമൂലി തരാം, തൽക്കാലം ഒരു ആശ്വാസം കിട്ടാനുള്ളത് തരാം. അതെന്താണെന്ന് ചോദിച്ചാൽ, എവിടെയാ പ്രശ്നം? പ്രശ്നം നമ്മുടെ ബിലീഫാണ്. ഒരു ദിവസം ഞാനൊരു കല്യാണ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 6 വർഷം മുമ്പ് എൻ്റെ കൂടെ ഒരു യാത്രയിൽ പങ്കെടുത്തിരുന്ന ഒരു സംഘടനാ പ്രവർത്തകനായ സുഹൃത്ത് അവൻ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറേ ദിവസമായി വിളിക്കുന്നു, കിട്ടുന്നേ ഇല്ല. ഇപ്പം നിങ്ങളെ കൂടെ ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്താ വിഷയം? ഞാൻ മറ്റന്നാൾ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. ഗൾഫിലേക്ക് പോകുമ്പോൾ യാത്രയപ്പിന് വരണം നല്ല കേട്ടോ. എനിക്കൊരു മോനുണ്ട്, UKG പഠിക്കുന്ന മോനാണ്. ഈ മോൻ എൻ്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. എൻ്റെ വാപ്പ അഥവാ അവൻ്റെ വല്യാപ്പ, ഈ വല്യാപ്പയെ ഇവൻ ചീത്ത വിളിക്കുക, വീട്ടിൽ വെച്ച് പലപ്പോഴും ഒരു പാത്രമെങ്കിലും ഇവനെ എറിഞ്ഞുടക്കും. ഇങ്ങനെ ആകെ പ്രശ്നമാണ് ഇവൻ. ആകെ 4 വയസ്സ് 4.5 വയസ്സേ ആയിട്ടുള്ളൂ. ഇവനെ കൊണ്ട് ഞാനാകെ തോറ്റു. എനിക്ക് പോകുമ്പോഴൊക്കെ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടന്നാൽ ഇതിങ്ങനെ ഒരു നെഞ്ചിൽ കുടുങ്ങിയതുപോലെ ഒരു പെയിനായി മാറുന്നു. എന്ത് ചെയ്യണം? ഞാൻ ചോദിച്ചു, എത്ര മക്കളാ? 2 പേര്. മൂത്തതാരാ? മൂത്തത് ഇവൻ. ഇളയതോ? ഇളയത് 2.5 വയസ്സുള്ള ഒന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ കളിപ്പാട്ടമൊക്കെ വാങ്ങാറുണ്ടോ? യെസ്. എന്നെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ഇതൊരു ഒറ്റമൂലിയാണ്, ക്യാപ്സൂളാണ്. 2.5 വയസ്സുള്ള മോനുണ്ട്. കളിപ്പാട്ടം വാങ്ങോ? വാങ്ങും. സ്വാഭാവികമായും 4.5 2.5 എന്ന് പറയുമ്പോൾ 2 ആൾക്കും കളിപ്പാട്ടം ഉണ്ടാവില്ലേ? 2 ആൾക്കും കളിപ്പാട്ടം വാങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും എന്നറിയോ? ഈ ഇളയതിൻ്റെ കളിപ്പാട്ടം വേഗം കേടാവും. കാരണം എന്താ? കളിപ്പാട്ടം, ടോയ്സിന് റൂളുണ്ട്. ഏജ് അപ്രോപ്രിയേറ്റഡ് ആയിരിക്കണം ടോയ്സ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടാവും. അതതിൻ്റെ സ്വാഭാവികതയാണ്. ഈ ഇളയതിൻ്റെ കേടായാൽ അടുത്ത പരിപാടി എന്താ? മൂത്തതിൻ്റെത് ഇളയതെടുക്കും. എടുത്താൽ സ്വാഭാവികമായി മൂത്തവൻ എന്ത് ചെയ്യും? പ്രതികരിക്കും, പിടിച്ചു വാങ്ങും. പിടിച്ചു വാങ്ങിയാൽ എന്തായി മാറും? എന്തുണ്ടാകുക? ഇളയ കുട്ടി ബഹളം വെക്കും. ബഹളം വെച്ചാൽ നമ്മൾ കോടതി തീരുമാനം എടുക്കും. എന്താ തീരുമാനം? അത് അവന് കൊടുത്താളാ. ഇത് ശരിയാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ജ്യേഷ്ഠത്തെയോ അനുജത്തെയോ, നിങ്ങളുടെ ഒരു 10 സെൻറ്റ്, ഈ 10 സെൻറ്റിന് ഇളയ പെങ്ങൾ, ഇളയ സിസ്റ്റർ എന്ത് ചെയ്യാണ്? കരയാണ്. എന്നാൽ ഉമ്മച്ചി പറയണം, ആ 10 സെൻറ്റ് ഇളയതിന് കൊടുത്താൽ കൊടുക്കുമോ? നിങ്ങളൊരു ബെൻസ് പോട്ടെ, സ്വിഫ്റ്റ്, അത് നിങ്ങൾ ഇളയതിന് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുമോ? നിങ്ങളെ ബെൻസ് പോലെ നിങ്ങളെ 10 സെൻറ്റിനേക്കാൾ പ്രധാനമാണ് ഈ മൂത്തവനും അവൻ്റെ ടോയ്സ്. ആ ടോയ്സ് ഇളയതെടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇളയത് കരഞ്ഞാൽ നിങ്ങൾ നോക്കി നിൽക്കണം. അവൻ പരാതി പറഞ്ഞാൽ നിങ്ങൾ പരാതിയെ നിസ്സംഗമായി നോക്കിക്കാണണം. കരച്ചിലൊക്കെ കഴിയോളം നോക്കിക്കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചോദിക്കണം? ഇത് നിൻ്റെതാണോ? അല്ല. ഇത് ഇക്കാക്കയുടേതാണോ? എന്നാൽ അത് ഇക്കാക്കയുടേത് എടുക്കാൻ പാടില്ല. എടുത്താൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും. ഇങ്ങനെ ഒരു തവണ പറഞ്ഞാൽ 2ാം തവണ സംഭവിക്കില്ല. അഥവാ സംഭവിച്ചാൽ 3 തവണ സംഭവിക്കുന്നതിൻ്റെ മുമ്പ് നീതി എന്ത്, ന്യായം എന്ത് എന്ന് മക്കൾ പഠിക്കും. ഇമോഷണൽ ആകരുത്, തല്ലരുത്, ചീത്ത വിളിക്കരുത്. ഇവിടെ നാം നിലപാടുകൾ സ്വീകരിക്കുന്ന സമയത്ത് ന്യായം, നീതി എന്നത് എല്ലായിടത്തും ബാധകമായിരിക്കണം. ഇങ്ങനെ ശീലിച്ചാൽ നിങ്ങൾക്ക് ഈ മക്കളെ പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ നിന്ന് ഈ മൂത്തോൻ്റെ കളിപ്പാട്ടം ഇളയതെടുത്താൽ മൂത്തോനോട് ഇങ്ങനെ ചെയ്യാറുണ്ട്? അതേ ഇഷ്ടം.
എന്നാൽ അതങ്ങോട്ട് നിർത്തിയാൽ മതി, പ്രശ്നം അതോടെ തീരും. അത് നിർത്തിയാൽ മതി, അതോടെ തീരും. അപ്പോൾ എവിടെയാണ് പ്രശ്നം? മക്കൾക്ക് ന്യായങ്ങൾ ലംഘിക്കപ്പെട്ടാൽ, നീതി ലംഘിക്കപ്പെട്ടാൽ ആ മക്കൾ മറ്റൊരു ജന്മമായി പുനർജനിക്കുകയാണ്. അവിടെ ഭീതിജനകമാണത്. അത് പലപ്പോഴും നമ്മുടെ സൃഷ്ടിയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയാൽ ആ പ്രശ്നം അവസാനിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ മക്കളോട് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ നമുക്ക് ഇത്ര മതി. എന്താ? മക്കളോട് അന്യായം ചെയ്യാൻ, മക്കളോട് അനാവശ്യമായി അവരെ തല്ലാനോ ചീത്ത വിളിക്കാനോ അവരെ ഇൻസൾട്ട് ചെയ്യാനോ നമുക്ക് അധികാരമില്ല, അവകാശമില്ല. ചില ഉമ്മമാരൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഒരു സൽക്കാരത്തിന് കൂടിയാൽ ഈ ഇറച്ചിയൊന്നും അവർക്ക് പുറത്തുനിന്ന് വേണ്ടി വരില്ല, സ്വന്തം മക്കൾ ഇറച്ചി തന്നെ ഉണ്ടാവും. എന്താ അറിയോ? ഏട്ടത്തിയും അനുജത്തിയും ഒക്കെ ഒരുമിച്ച് കൂടിയാൽ ഈ മക്കളെ പറ്റി യഥേഷ്ടം എന്തും പറയാം. എൻ്റെ വീട്ടിലുണ്ട് ഒരുത്തൻ, പറയേണ്ടതില്ല അവൻ്റെ കഥ. ഇത് പറഞ്ഞിട്ട് നമ്മുടെ മക്കളെ പറ്റി പറയും. ഒരു നിലക്കും പരിശുദ്ധ ഖുർആനോ ഇസ്ലാമോ അനുവദിക്കാത്ത ക്രൂരമായ ഒരു നിഷിദ്ധമായ ഒരു മാംസം തീനിയാണ് ഈ ഒരു ഏർപ്പാട്. അതുകൊണ്ട് മക്കളെ കുറ്റം പറയരുത്. നിങ്ങൾക്ക് പറയാം, അയാളെ ഈ മക്കളെ ചികിത്സിക്കാൻ യോഗ്യനായ ഒരാളുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യാം. അല്ലാതെ ഒരിക്കലും മക്കളെ പറ്റി ആക്ഷേപം പറയാനോ കുറ്റം പറയാനോ ഇൻസൾട്ട് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ലൈഫിൽ ആരും തന്നിട്ടില്ല. അള്ളാഹു തന്നിട്ടില്ല, അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, ഒരു നീതിന്യായ വ്യവസ്ഥയും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മക്കളുടെ ആ അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത്. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു ഭാഗം കൂടി പറയാം. മക്കൾ ചോദിക്കുകയാണ്, അല്ലുമ്മ നിങ്ങൾക്ക് എന്താ ഈ ഇളയതിനോട് എന്തൊരു സ്നേഹം, എന്നോടതൊന്നും ഇല്ലല്ലോ, നിങ്ങൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ എന്നറിയാം. ഈ മൂത്ത കുട്ടി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒന്ന് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടൊരു പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ടോ? അങ്ങനെ ഉണ്ടാകാറുണ്ടോ? അത് വേണം. രാവിലെ നിങ്ങളെ മോളെ എഴുന്നേറ്റ് വരുമ്പോൾ ഒന്ന് സന്തോഷത്തോടെ മോളെ, അപ്പം ഉമ്മാൻ്റെ ചോദ്യം എന്താ അറിയോ? എവിടെയോ ഉസ്താദെ ചിരിക്കാൻ നേരം 6 മണിക്ക് എഴുന്നേൽക്കേണ്ടത് 6:30 എഴുന്നേൽക്കുന്നത്, 18 തവണ വിളിച്ചിട്ടുണ്ട്, എന്തിനാ എഴുന്നേൽക്കുന്നത്, പിന്നെ ചിരിക്കേ? ഇതായിരിക്കാം ഉമ്മയുടെ ചോദ്യം. അവിടെ രാവിലെ എപ്പോൾ എഴുന്നേൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് രാവിലെയല്ല, തലേ ദിവസം കുട്ടിയോട് സംസാരിക്കണം. മോളോട് ചോദിക്കണം, മോളെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്ന് തലേന്ന് ചോദിക്കണം, സംസാരിക്കണം, തീരുമാനിക്കണം, നടപ്പിലാക്കണം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ചിലർക്ക് സിമ്പിൾ അല്ല കേട്ടോ. സമയം നീളൂലായിരിക്കും. ചെറിയൊരു സംഭവം കൂടെ പറയാം. ഒരു ദിവസം ഒരു ഉമ്മ 8ാം ക്ലാസ്സുകാരനായ മോനെയും കൂട്ടി വരികയാണ്. കൂടെ വല്യുമ്മയാണുള്ളത്. അങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. 6 മാസമായിട്ട് ഇവൻ സ്കൂളിൽ പോയിട്ടില്ല. അപ്പം സ്കൂൾ തുറന്നിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കൊല്ലം സ്കൂളിൽ പോയിട്ടില്ല എന്നർത്ഥം. എന്താ പ്രശ്നം? എല്ലാ ദിവസവും വീട്ടിൽ പ്രശ്നമാണ്. മദ്രസയിൽ പോകാൻ എഴുന്നേൽക്കും, മദ്രസയിലും പോകില്ല. സ്വഭയെ നിസ്കരിക്കണമെങ്കിൽ ഒരു യുദ്ധം തന്നെ നടക്കണം. ഇങ്ങനെയാണ് വീട്ടിലെ മട്ട്. അങ്ങനെ കുറേ സമയം ഈ 8ാം ക്ലാസ്സുകാരനെ കുറിച്ച് പരാതിയും പരിഭവവും പറഞ്ഞ ഉമ്മയുടെ മുമ്പിൽ ഞാനെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളത് കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഇനി ഞാൻ മോനോട് സംസാരിക്കാം. മോനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ അഥവാ നാളെ എഴുന്നേറ്റിട്ടില്ലെങ്കിലോ? ഒരാഴ്ചയല്ല സമയം, വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ തീരുമാനമായി. വല്യുമ്മ സാക്ഷി. അങ്ങനെ കേസും എല്ലാം തീരുമാനമൊക്കെ ആയി പിരിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊക്കെ ക്ലിയർ അല്ലേ? എത്ര ആഴ്ചയാണ് നമ്മൾ പരിഹാരത്തിന് ഇത് പറഞ്ഞത്? 2 ആഴ്ച. രാവിലെ ഉമ്മ എന്ത് ചെയ്യണം? വിളിക്കാൻ പാടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യാൻ പാടില്ല. തീരുമാനമൊക്കെ ആയി പിരിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ 8 മണിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോണ് സൈലൻ്റാണ്, മിസ് കോൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. 18 മിസ് കോള് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ. ഞാൻ വിചാരിച്ചു എന്തോ സീരിയസ് മാറ്റർ ആയിരിക്കും. തിരിച്ചു വിളിച്ചപ്പോൾ സാറേ ഇന്നലെ വന്ന ഇവൻ്റെ ഉമ്മയാണ്. എന്താ പ്രശ്നം? ഇവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പം എനിക്ക് ഏകദേശം രൂപപിടുത്തം കിട്ടി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഞാൻ കുറേ നേരമായി വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ചിരി വരാത്തത്? ഇന്നലെ നമ്മൾ ഇത്ര ഗൗരവത്തിൽ തീരുമാനമെടുത്ത ഈ ഉമ്മ പറയാണ്, ഞാൻ കുറേ നേരമായി വിളിക്കുന്നത്. ആർക്കാ പ്രശ്നം? ആരാണ് പ്രതിസന്ധി? 3 ദിവസം തികയൂല. ഒരു ദിവസം ഇതേപോലൊരു കേസ് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ഉമ്മ വിദേശത്തേക്ക് പോവുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി രാവിലെ എഴുന്നേൽക്കാൻ ഉമ്മയില്ലെങ്കിൽ എഴുന്നേൽക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ടത് ആ വീട്ടിലെ
ഈ കുട്ടിയുടെ ആങ്ങളയുടെ ഭാര്യയാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നു, എന്താ ഉസ്താദേ ചെയ്യേണ്ടത്? ഇവളാണെങ്കിൽ എഴുന്നേൽക്കാൻ വളരെ പ്രയാസമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യരുത്, തലേദിവസം ചോദിക്കണം എന്താ വേണ്ടത്. ഓക്കെ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇവരോട് എന്ത് ചെയ്തു പോയി, എഴുന്നേൽക്കാൻ വൈകിപ്പോയി. ആരോട്? വിളിക്കേണ്ട ആളോട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇവിടെ അവിടെ ഇരിക്കുകയാണ്, പോകാനുള്ള അവിടെ. അപ്പം എന്നെ വിളിച്ചു, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, നിങ്ങൾ സമയം കിട്ടി ഇതൊക്കെ ഫ്രീ ആയാൽ, മെൻ്റലി ഒന്ന് ഫ്രീ ആയാൽ നിങ്ങൾ അവരോട് ചോദിക്കണം നാളെ എന്താ ചെയ്യേണ്ടത്. അവൾ പറഞ്ഞു, ഞാൻ നോക്കിക്കോളും, ഞാൻ ചെയ്തോളാം, ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ പറയുന്നത് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, അവർ മാനേജ് ചെയ്യട്ടെ. പിറ്റേ ദിവസം ഇവരെ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ 6:30 പോകേണ്ട ആള് 6:25 ചായ ഉണ്ടാക്കി കടി ഉണ്ടാക്കി കുടിച്ചിട്ട് മദ്രസയിൽ പോയി കഴിഞ്ഞിട്ടുണ്ട്. 25 ആകുമ്പോഴേക്ക്. സാധാരണ 6:30 പോകേണ്ടത് 6:40 6:45 പോവുക. ആള് 6:25 ആകുമ്പോഴേക്ക് എല്ലാം കഴിച്ച് സ്വന്തം ഉണ്ടാക്കി കഴിച്ചിട്ട് പോയിട്ടുണ്ട്. ഇതാണ് കുട്ടികൾ യഥാർത്ഥത്തിൽ. നമ്മളാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഇതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ കുട്ടികൾ നേരെയാകും. അപ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല, മക്കളെ ബ്ലെയിം ചെയ്യേണ്ടതില്ല. മക്കളോട് ഫേസ് ചെയ്യുക, പുഞ്ചിരിക്കുക, സലാം പറയുക, അവരെ അഭിനന്ദിക്കുക. ഇന്നലത്തെ ഈ സമയം മുതൽ, ഇന്നലെ 12 മണി മുതൽ ഇന്ന് 12 മണി വരെയുള്ള ഈ സമയത്തിനിടയിൽ നിങ്ങളുടെ മക്കളോട് മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയും സലാം പറയുകയും അഭിനന്ദിക്കുകയും ചെയ്ത എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ആത്മാഭിമാനത്തോടെ കൈവക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. വെരി ഗുഡ്. ഇതിന് പറ്റാത്തതാണ് പ്രശ്നം. ഇത് പറ്റുന്ന ആൾക്ക് വളരെ ഈസിയാണ്, വെരി സിമ്പിൾ. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു, ചെയ്യാത്തവരെ ഇനി ചെയ്യാൻ വേണ്ടി അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.